നാദം മലകളുയർന്നു, നൂറ്റാണ്ടുകളുടെ ഗോപുര മണ്ഡല സ്മരണയുയർന്നു. മനമിൽ ത്യാഗത്തിൻ ചുടു ജീവിത ചിത്രം മിന്നിമറഞ്ഞു മിന്നിമറഞ്ഞു. പ്രിയരെ നമസ്കാരം. നമുക്ക് ഏവർക്കും സുപരിചിതനായ പ്രത്യേകിച്ച് റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായിട്ടും അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിളക്കലയുടെ ഗവേഷകനായിട്ട് അധ്യാപകനായിട്ട് എല്ലാം അറിയപ്പെടുന്ന പ്രശസ്തനായ ഫൈസൽ എളേറ്റിൽ സാറാണ് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഗതം ചെയ്യാം സർ. സ്വാഗതം. ഫൈസൽക്ക, എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകണു. അങ്ങനെയുള്ള നിങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ മുമ്പൊരിക്കലും ഇതുപോലെ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ഇതേപോലെയുള്ള ഒരു ചാനൽ വെച്ച്. അതെ, ഒരു 2-3 വർഷം മുന്നേ അല്ലേ സി എ ബന്ധപ്പെട്ട് നമ്മളാണ്. ഏതായാലും സന്തോഷം. ഇങ്ങനെയൊക്കെ തന്നെ കാണുന്നു എന്നുള്ളത്. നാട്ടുകാർ നമ്മളിങ്ങനെ കാണുന്നു, നമ്മൾ കാണുന്നു. തീർച്ചയായിട്ടും ഫൈസൽക്കാലം നമുക്ക് എപ്പോഴും പിന്നെ TV ഷോകളിലും മറ്റ് പല വേദികളിലുമായിട്ട് കാണുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു മാപ്പിള കലാരംഗത്തേക്ക് ഉള്ളൊരു വരവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യമൊക്കെ എങ്ങനെ ഉണ്ടായത്? ഞാൻ മലബാറിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ ആയതുകൊണ്ട് കോഴിക്കോട്ടുകാർക്ക് പാട്ടിനോടൊക്കെ ഉള്ള ഇഷ്ടം പ്രസിദ്ധമാണ്. അത് പ്രത്യേകിച്ച് കോഴിക്കോട് ടൗൺ കേന്ദ്രീകരിച്ചാണ്. കോഴിക്കോട്, തിരൂർ, നമ്മുടെ കൊച്ചി, മട്ടാഞ്ചേരി എന്നൊക്കെ പറഞ്ഞാൽ സംഗീതം, തലശ്ശേരി, ഇതൊക്കെ സംഗീതം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുടെ ഒരു കൂട്ടായ്മകൾ സജീവമായ പ്രദേശമാണ്. ഞാൻ കോഴിക്കോടിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ആളാണ്, കൊടുവള്ളിക്കടുത്ത് എളേറ്റിൽ. പക്ഷേ എൻ്റെ നാട്ടിലും ഈ പഴയ പാട്ടുകളോട് പ്രിയമുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു വലിയ അങ്ങനെയുള്ള മെഹഫിലുകളൊക്കെ സജീവമായ ഒരു കാലമാണ് എൻ്റെ കുട്ടിക്കാലത്ത്. ചെറുപ്പകാലത്ത് അങ്ങനെയുള്ള കാലമാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ അന്ന് മാപ്പിളപ്പാട്ട് രംഗത്ത് പ്രശസ്തരായ കലാകാരന്മാരുടെ സംഘങ്ങൾ, ഇപ്പോൾ VM കുട്ടി, വിളിയിൽ വത്സല, പീർ മുഹമ്മദ്, ശൈലജ, മൂസ എരഞ്ഞോളി, KS മുഹമ്മദ് കുട്ടി, അങ്ങനെയുള്ള സംഘങ്ങളുണ്ട്. അവരുടെ പാട്ടുകളൊക്കെ കോഴിക്കോട്ടൊക്കെ അന്ന് ഇതുപോലെ റിയാലിറ്റി ഷോയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോ യൂട്യൂബ് പോലെ സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്ത് കോഴിക്കോട്ടൊക്കെ മത്സര പരിപാടികളും അല്ലെങ്കിൽ സംഘങ്ങളുടെ പരിപാടികളൊക്കെ എല്ലായിടത്തും നടക്കും. ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ അവരോട് താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ആ തരത്തിൽ തങ്ങളുടേതായ തരത്തിൽ അങ്ങനെ ഒരു സംഘമുണ്ടാക്കിയൊരു ടീം എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. അതിൻ്റെ പേര് പട്ടേരി വോയിസ് നെടിയനാട്. എന്തായിരുന്നു പട്ടേരി വോയിസ് നെടിയനാട്? അതൊരു പട്ടേരി എന്നൊരു സ്ഥലമുണ്ട് അവിടെ. അവിടുത്തെ ഒരു ക്ലബ്ബാണ്. അതെൻ്റെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ ബന്ധുക്കൾ, ഞാനും അറിയുന്ന ആളുകളൊക്കെ അന്ന് വലിയ പാട്ടുകാരാണ്. അതിൽ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ബന്ധു അതിലൊരു ഗായികയായിരുന്നു. അവരുടെ ഒരു ഫാമിലി ട്രൂപ്പാണ്. ആ ഫാമിലി, അതൊക്കെ പറഞ്ഞാൽ വിവാദങ്ങളൊക്കെ ആവും. പാട്ട് നമുക്കൊക്കെ ഇഷ്ടമാണ്. മദ്രസയിലൊക്കെ ഉസ്താദന്മാർ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ബന്ധുവായ ഒരു കുട്ടി ഇതിൽ വളരെ സ്റ്റാറായിട്ട് പാടും. അപ്പോൾ അന്നൊക്കെ ഈ മദ്രസയിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല. ഇതിപ്പോൾ ആടുജീവിതം, നോമ്പിന് കാണൽ, ഹലാല എന്നൊക്കെ പറയുന്ന ഒരു ആ സംവിധാനത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹലാലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നൊരു കാലത്താണ് നമ്മൾ. അപ്പോൾ അന്നതല്ല, ഇപ്പോൾ ഒരു സിനിമ കാണലോ അല്ലെങ്കിൽ പാട്ട് കേൾക്കലോ നിഷിദ്ധമാക്കുന്ന ഒരു കാലത്ത്, ഒരു ഹറാമാക്കിയ കാലത്ത്. അപ്പോൾ ഈ ഉസ്താദ്, എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ എൻ്റെ കൂടെ ഉള്ള ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ തലേ ദിവസം ഈ ഗാനമേള പ്രോഗ്രാമിലൊക്കെ വന്ന് ഇവർ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. അപ്പോൾ ഈ കുട്ടിയോട് വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാലും പിന്നെയും ചോദിക്കും ആ കുട്ടിയോട് തന്നെ. ഉത്തരം മുട്ടിക്കണം, എങ്കിൽ മാത്രമേ ഈ പേര് പറഞ്ഞ കുട്ടിയെ അടിക്കാൻ പറ്റൂ. ഈ തലേന്ന് രാത്രി ഗാനമേളക്ക് പോയതല്ലേ. എൻ്റെ മനസ്സിൽ അങ്ങനെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവരെ കാണുമ്പോൾ ഇപ്പോഴും ആലോചിക്കാറുണ്ടത്. അപ്പോൾ അക്കാലത്ത് വളരെ സജീവമായ ഒരു ട്രൂപ്പാണത് ഈ പട്ടേരി വോയിസ്. കാസർഗോഡ് മുതൽ ഈ തൃശ്ശൂരിൻ്റെ ഇടയിൽ വലിയ ഗാനമേളകൾ, വലിയ എന്നല്ല, VM കുട്ടിയെ പോലെ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തിൽ കുറേ പാട്ടുകാർ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞാനതൊരു ഉദാഹരണമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പാട്ടെഴുത്തുകാർ, പഴയ പാട്ടുകളോട് താല്പര്യമുള്ള ആളുകൾ, അവരുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ SLC ഒക്കെ പഠിച്ച കാലത്ത് പാട്ട് കേൾക്കാൻ ഇങ്ങനെ പോകും. എൻ്റെ ഉപ്പ, അദ്ദേഹം ഇപ്പോൾ 3 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം അധ്യാപകനാണ്, പ്രധാന അധ്യാപകനായി റിട്ടയർ ചെയ്ത ആളാണ്. പക്ഷേ ഇതൊക്കെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. നാട്ടിലെ പള്ളിയുടെയും മദ്രസൻ്റെയും ഒക്കെ ആട് തന്നെയാണ്. പക്ഷേ പാട്ട് വലിയ ഇഷ്ടമായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ഈ VM കുട്ടിയുടെ ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഗാനമേളകൾ കേട്ട ഒരാളാണ്.
ഞാൻ അവതരിപ്പിച്ച ആളല്ല, കേട്ട ഒരാളാണ്. കുട്ടിക്കാലത്തെ ഇങ്ങനെ കേൾക്കാൻ പോകും. അന്നേരമൊക്കെ ആ സമയത്ത് ഇതിനോടൊരു താല്പര്യമൊക്കെ ഉണ്ടാകുന്നു. പിന്നെ നാട്ടിലെ സാഹചര്യം ഉണ്ടാകുന്നു. ഞാൻ SLC കഴിഞ്ഞപ്പോൾ എൻ്റെ നാട്ടിൽ ഈ കോഴിക്കോട് അബൂബക്കർ എന്ന ഔക്കുബായി പ്രഗത്ഭനായ സംഗീത സംവിധാനം, അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ ഒരു മുതിർന്ന ആളുകൾ കൂടി ഈ അടുത്ത് മരിച്ച ആദം നെടിയനാട്, ഹസൻ നെടിയനാട് എന്ന് പറഞ്ഞ ആളുകൾ കൂടിയിട്ട് ഒരു സംഗീത പരിശീലന ക്ലാസ് തുടങ്ങി. അപ്പോൾ ഞാൻ SLC കഴിഞ്ഞ് SLC വരെ നമുക്ക് ഇതൊന്നും പാടാനും സമയമില്ലല്ലോ, അന്ന് ടെൻഷനല്ലേ. അപ്പോൾ എന്നെയും അതിൽ ചേർത്തു. എൻ്റെ വാപ്പ വന്നിട്ട് ഈ ആദം നെടിയാൻ്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇവനിത് പഠിപ്പിക്കണം. അന്ന് ഹാർമോണിയം ക്ലാസ്, തബല ക്ലാസ്സൊക്കെ ഉണ്ട് അവിടെ, വോക്കൽ മ്യൂസിക് അല്ല. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പാടുമായിരുന്നു അക്കാലത്ത്. അങ്ങനെ പാടാം. അപ്പോൾ അക്കാലത്തല്ല ഇപ്പോഴും ഉണ്ട്. അല്ല, പാട്ടുകാരനല്ലല്ലോ ഇപ്പോൾ, ഞാനിപ്പോൾ പാട്ടുകാരല്ല. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്കിപ്പോഴും ഒരു തമാശ ഉണ്ട്. നമ്മളെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ആദം നെടിയാട് എൻ്റെ ഒരു ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, എടോ നീയൊക്കെ വലിയ ഭാഗ്യവാനാണ്. ഞാൻ 7 വർഷം കർണാടക സംഗീതം പഠിച്ച ആളാണ് അദ്ദേഹം. അന്ന് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാര്യാപിതാവ് അമ്മാവന് ചേളന്നൂർ ബേബി എന്ന് പറയുന്ന സുകുമാരൻ ഭാഗവതരുടെ കീഴിലാണ്. അന്ന് എൻ്റെ ഉപ്പ ഈ പാട്ട് പഠിക്കുന്നത് അറിയാതിരിക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ശനി ഞായറും പഠിക്കാൻ പോയത്. വാപ്പ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കും, അയാളുടെ വാപ്പ. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ സംഗീതം പഠിച്ചത്. എന്നോട് പറയാ, എൻ്റെ ഉപ്പ വന്നിട്ട് നിന്നെ സംഗീതം പഠിക്കുമെന്ന് എൻ്റെ അടുത്ത് പറയാം, നീ ഒരു ഭാഗ്യവാനാണ്. പുള്ളി പറഞ്ഞൊരു തമാശ ഇവിടെ ഉണ്ട്. പുള്ളി ഞാൻ രസകരമായ കാര്യം പറയും. എനിക്ക് അന്ന് എൻ്റെ മാതിരി ഒരു ബാപ്പ വേണ്ടായിരുന്നു, ഒരു എളാപ്പന് കിട്ടിയാൽ കൂടി മതിയായിരുന്നു. അത് ഞാനിപ്പോൾ അത് ഓർക്കുകയാണ്. അപ്പോൾ ഒരാൾ എളാപ്പെങ്കിലും മതിയായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് മാനേജർ ഇല്ലെങ്കിലും അസിസ്റ്റൻറ്റ് മാനേജർ മതി എന്ന് പറയുന്ന പോലെ അതേ നല്ല രസമായിട്ട് സംസാരിക്കും. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇതൊക്കെ 10-35 വർഷം മുമ്പത്തെ കഥയാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ സജീവമായിട്ടൊരു ക്ലബ്ബ് ഉണ്ടാകുന്നു. പിന്നെ ഈ ക്ലബ്ബിൽ സ്വാഭാവികമായി ഞാൻ അതിൻ്റെ ഒരു കോർഡിനേറ്ററോ അനൗൺസറോ ഒക്കെ ആയി. ഞങ്ങൾ പിന്നെ ഒരു 90ൻ്റെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ കുറേ ഗാനമേള നടത്തി. അത് പേര് മാറി. അന്ന് എക്ലാറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നുള്ളതായിരുന്നു. എക്ലാറ്റ് ഓർക്കസ്ട്ര എന്നുള്ള സംവിധാനത്തിൽ കുറേ കാലം അത് ഞാൻ നടന്നു. അതിനിടയിൽ ഞാൻ ഈ ചെറുപ്പം മുതലേ എനിക്ക് ഈ പാട്ടുകൾ കേൾക്കുന്നതിനേക്കാളും പാട്ടിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളൊരു താല്പര്യമുണ്ട്. പുസ്തകങ്ങളൊക്കെ ശേഖരിക്കും. എൻ്റെ വീട്ടിൽ സ്വന്തമായി വാപ്പക്കൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ പാട്ട്, സംസ്കാരം, ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ കൃതികൾ, പുലിക്കോട്ടിൽ ഹൈദറിൻ്റെ സമ്പൂർണ്ണ കൃതികളൊക്കെ അന്ന് 79 പ്രസിദ്ധീകരിച്ചത് എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഔട്ട് ഓഫ് പ്രിൻ്റായ മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം ഇപ്പോൾ അടുത്തത് വീണ്ടും അത് പുനഃപ്രസിദ്ധീകരിച്ചു. KK കരീം മാഷിൻ്റെ ഈ CN അഹമ്മദ്, അതൊക്കെ എൻ്റെ വീട്ടിൽ വാപ്പ വാങ്ങും. വാപ്പ പാടുമൊന്നുമില്ല, പക്ഷെ അതൊക്കെ വാങ്ങി വെക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അമൂല്യമായ, ഇപ്പം CN അഹമ്മദ് മൗലവിയുടെ അൻസാരി എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. അത് അപൂർവമാണ് അക്കാലത്ത്. അതിലൊക്കെ ഇതുമായിട്ട് അന്ന് ഈ ചന്ദ്രിക, നമ്മുടെ ലീഗ് ടൈംസ് പോലെയുള്ള, അന്ന് ഈ മാധ്യമം പത്രമൊന്നുമില്ല. ആ കാലത്ത് ഇതിൻ്റെയൊക്കെ വിശേഷാൽ പ്രതി, ഇത് റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിന പതിപ്പിൽ അല്ലെങ്കിൽ റമദാൻ പതിപ്പിലൊക്കെ ഉബൈദ് മാഷിൻ്റെയൊക്കെ ലേഖനങ്ങൾ, അതൊക്കെ ഞാൻ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. അത് ശേഖരിച്ച് വെച്ച് വാപ്പയുടെ ലൈബ്രറി തന്നെ. അതുപോലെ ഈ ചന്ദ്രിക ആഴ്ചപ്പതിപ്പ്, ഇപ്പോൾ നമ്മുടെ ഗാനേഷ് പൂനൂർ, PA മുഹമ്മദ് കോയ, മുസ്താഖ്, PA മുഹമ്മദ് കോയ, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ മാപ്പിളപ്പാട്ട്, അന്ന് വേറെ മീഡിയകളില്ലാത്തത് കൊണ്ട് വലിയ സംവിധാനം. CH പുലിക്കോട്ടിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി എനിക്ക് ഓർമ്മയുണ്ട്. ഏറനാടിനെ എന്താ പറയുക, കുളിരണിയിപ്പിച്ച ശീലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാലത്ത് CHൻ്റെ ഒരു ലേഖനം ഞാൻ വായിച്ചാൽ ഒരു പുലിക്കോട്ടിൻ്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ചന്ദ്രിക പിന്നെ ആഴ്ചപ്പതിപ്പ് ഒരു പ്രത്യേക പതിപ്പിറക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖചിത്രമായിട്ട്. അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ആ ചന്ദ്രിക. 79-ലാണത്. അന്ന് പ്രേം നസീറിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മുടെ വണ്ടൂരിൽ ഡോക്ടർ കാരശ്ശേരിയുടെ ആദ്യത്തെ പുസ്തകം പുലിക്കോട്ടിൻ്റെ പുസ്തകമാണ്. അതൊക്കെ നമ്മൾ ലൈവായിട്ട് ഇതിങ്ങനെ ഈ വീക്കിലിയോടെ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ പിന്നെ അപൂർവമായ പാട്ടുകളുടെ ശേഖരം ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലുണ്ടാവും. ഞാൻ ഇതിൻ്റെ ഒക്കെ എടുത്തു വെക്കും. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അക്കാലത്തുള്ള. അപ്പോൾ പാട്ടുകളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക എന്നുള്ളത് എനിക്കൊരു ഹരായി തോന്നി അക്കാലത്ത്. അതിങ്ങനെ റിയാലിറ്റി ഷോ അതൊക്കെ ഒരു 15-16 കാലത്ത് ചെറുപ്പത്തിലേക്ക് താല്പര്യമാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഉമ്മയോട് ഞാനത് ഇവിടെ പറയേണ്ടതുണ്ട്. എൻ്റെ വാപ്പ ഇപ്പോൾ അടുത്ത് മരിച്ചു. എൻ്റെ വീട്ടിലെ സാഹചര്യം പറയാനുണ്ട്. എൻ്റെ വാപ്പ 3 വർഷം മുമ്പ് മരിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക വിളയിൽ ഫസീലത്ത എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വന്ന് അപ്പോൾ ഉമ്മ ഇരിക്കുകയാണ്. എന്നിട്ടാണ് ഞാനിങ്ങനെ അന്ന് വാപ്പ പുള്ളി വരുമ്പോൾ ഇവരൊക്കെ വന്നത്. അങ്ങനെ തിരിച്ചു പോയപ്പോൾ രാത്രിയിട്ട് ഫസീലത്ത എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളെ ഉമ്മയായിട്ട് കുറേ നേരം സംസാരിച്ചു എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഉമ്മ ഫസീലത്തയോട് പറഞ്ഞു, പിന്നെ ഞാൻ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ഉമ്മ ചെറുപ്പായുള്ള ഉമ്മ ചോദിച്ചു, ഉമ്മ ഇതിരിക്കുമ്പോൾ ചോദിക്കുകയാണ്, ഉമ്മ ആദ്യമായിട്ടാണ് ഫസീലത്തായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ പിന്നെ ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തിനാണ് വരുന്നത്. ഈ ആരാമ മാസികയിൽ 1988-89
ഇശലുകളിൽ ഉണരുന്ന ഇന്നലെകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ആത്മകഥ എഴുതിയില്ലായിരുന്നു. ഉമ്മയാണ് ചോദിക്കുന്നത്. ചോദിക്കുകയാണ് അത് 12 ലക്കം കഴിഞ്ഞ് നിങ്ങളെ മകനെ പ്രസവിക്കുന്ന ഘട്ടത്തിൽ അത് നിർത്തിയില്ലേ, നിങ്ങൾ എന്താണ് അത് നിർത്തി കളഞ്ഞതെന്ന് ചോദിച്ചു ഉമ്മ. അപ്പോൾ എന്നോട് ഫസിലത്തെ പറയാണ് നിങ്ങളെങ്ങനെ അത് ഓർത്ത് വെക്കുന്നത് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ അധികം പഠിച്ച ആളൊന്നുമല്ല അമ്മ പറയാം, പക്ഷേ ഇവിടെ ഇതെല്ലാം കിട്ടും, ഈ വീട്ടിൽ ഈ മാസികകളോ ഇതൊക്കെ കിട്ടും, അതുകൊണ്ട് എനിക്കിത് വായിക്കാതിരിക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പം എന്നോട് ഫസിലത്തെ പറയാണ് നിങ്ങളെ ഉമ്മയുടെ പ്രായത്തിലുള്ള ഒരു സ്ത്രീ എന്നോട് ആ ലേഖനത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ടും അവസാനമായിട്ടും ചോദിച്ചെന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വീട്ടിൽ ഈ സാധനമൊക്കെ കിട്ടും എന്നുള്ളതിന് അത്രയും പിന്നെ പുസ്തക ശേഖരങ്ങളും മൂപ്പർ അങ്ങനത്തെ ഒരു ലൈബ്രറി സ്ഥാപിച്ചത് വാപ്പയാണ്. അപ്പോൾ അത് ഞാൻ ഇതിനോട് ചേർത്ത് വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ശേഖരിച്ച് വെക്കുന്നു ഇതൊക്കെ. ഇതിനിടയിൽ ഞാൻ അധ്യാപകനാവുന്നു ഇപ്പോൾ തിരുവരങ്ങാടി കോളേജിൽ. ഇപ്പോൾ തിരുവരങ്ങാടി മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തട്ടകാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അച്ചടി വേണ്ട. അപ്പോൾ എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് മൂത്താപ്പ അദ്ദേഹത്തിന് എൻ്റെ നാട്ടിൽ ഈ പഴയ ഈ പുസ്തകങ്ങളും മറ്റതൊക്കെ പിന്നെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. ഒരുപാട് കച്ചവടമുണ്ട് അക്കൂട്ടത്തിൽ. ഈ തിരുവരങ്ങാടി ചന്തപ്പടി ബയാനിയ ബുക്ക് സ്റ്റാൾ എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ട് CH മുഹമ്മദ് ആൻഡ് സൺസ്. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്നതുകൊണ്ട് മൂത്താപ്പ എൻ്റെ അടുത്ത് ഈ പൈസ തന്നിട്ട് ഓരോ ആഴ്ചയും ഓരോ കെട്ട് പുസ്തകം ഇടുമ്പോൾ ഇതിൽ ഈ പാട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് അന്നേ ശ്രദ്ധിക്കും. എന്നിട്ട് ഞാൻ അന്ന് കുറഞ്ഞ പൈസ മതി. അല്ലല്ല PSM കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് അന്നേ ഇതിൽ കൃത്യമായിട്ട് ആളെ പേരും കാര്യമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചു. പിന്നെ ഞാൻ വീണ്ടും ഞാൻ അധ്യാപകനാകുന്നു. ഒരു 90കളിൽ അധ്യാപകനാകുന്നു. അക്കാലത്തൊക്കെ വേറെ നിലക്ക് സൈലൻ്റ് ആകും. മത്സരത്തിലും ഞാൻ അങ്ങനെ പങ്കെടുത്തിട്ടൊന്നുമില്ല കുട്ടിക്കാലത്തൊന്നും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ നാട്ടിലെ എൻ്റെ ഗുരുവായ ആദം നെടിയനാട്. അപ്പോൾ നാട്ടിലെ സാംസ്കാരിക രംഗം സജീവമാണ്, അത് വിട്ടിട്ടൊന്നുമില്ല. ആദം നെടിയനാട് മാപ്പിളപ്പാട്ടിൻ്റെയും ഒപ്പനയുടെയും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു റിസോഴ്സാണ്. അദ്ദേഹം MJ ഹൈസ്കൂൾ എന്ന് ഞാൻ പഠിച്ച സ്കൂളിലെ സ്റ്റാഫാണ്. അപ്പോൾ കക്കോടിയിൽ, കോഴിക്കോട് ജില്ലയിലെ കക്കോടിയിൽ ഒരു മാപ്പിള കലാ പരിശീലന കേന്ദ്രം ഉണ്ടായി. അപ്പോൾ അവിടെ അന്ന് ഈ മാപ്പിള കലകൾക്ക് കേരളത്തിൽ ഇതുവരെ ഒരു പരിശീലന കേന്ദ്രമില്ല. അപ്പോൾ അതൊരു കാതിരിക്കോയ മാഷ് എന്ന ആളായിരുന്നു. അദ്ദേഹം ഈ വിധികർത്താവായിട്ടൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒപ്പനയും മറ്റു കാര്യങ്ങളും അതിലൊക്കെ കോൺട്രവേഴ്സി ഉണ്ടാവും, അങ്ങോട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ആശയപരമായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇദ്ദേഹം ഈ ഒപ്പനക്ക് മാപ്പിളപ്പാട്ടിനൊക്കെ ഒരു പരിശീലന കേന്ദ്രം വേണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നിന്ന് അദ്ദേഹം ഒരു വീട് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടാക്കി, വീട്ടിൽ ഒരു ഏരിയ ഉണ്ടാക്കി, ഉപകരണങ്ങളൊക്കെ വാങ്ങി. അതിൽ ഒപ്പന പരിശീലനത്തിന് അദ്ദേഹം അന്വേഷിച്ച് നടന്നപ്പോൾ അദ്ദേഹം വിധികർത്താവായി പോകുന്ന വേദികളിൽ ഈ ആദം നെടിയനാടിൻ്റെ ഒപ്പന വരും. അപ്പോൾ അതൊരു വെറൈറ്റി അദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന തനിമയുള്ള പാരമ്പര്യമുള്ള ഒപ്പന അതാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ അന്വേഷിച്ചു. അവിടുത്തെ ഇൻസ്ട്രക്ടറെ അദ്ദേഹത്തെ നിയമിച്ചു. ഇൻസ്ട്രക്ടർ പറഞ്ഞാൽ ശനി ഞായറും ദൂരമായി എന്നൊക്കെ കുട്ടികൾ വരും. അപ്പോൾ അവിടെ പിന്നീട് ഇവർക്ക് പ്രോഗ്രാമുകൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഒരു കോർഡിനേറ്ററും ഒരു അനൗൺസറൊക്കെ വേണം. അപ്പോൾ അത് എന്നോട് പറഞ്ഞു എൻ്റെ ഒരാളുണ്ട്, അതുകൊണ്ട് എന്നെ അവിടെ കൊണ്ടുപോകണം. അങ്ങനെ ഞാനവിടെ ചെന്നപ്പോൾ അവിടെ മാപ്പിളപ്പാട്ടിൻ്റെ പരിശീലകനായി പിന്നെ ഞാൻ നിന്നു ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ. ഇവർക്ക് ഈ മറ്റേ ടൂറിസം വാരാഘോഷമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും പ്രോഗ്രാമുകൾ, കേരളത്തിനും പുറത്ത്, കൽക്കത്തയിൽ, ബാംഗ്ലൂരിൽ, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇദ്ദേഹത്തിന് ഗവൺമെൻറ് തലത്തിലൊക്കെ വലിയ സ്വാധീനമാണ്. അതുകൊണ്ട് ഈ ടീമായിട്ട് ഞങ്ങൾ പോകും, അതൊക്കെ അനൗൺസ് ചെയ്യുകയൊക്കെ ഞാനാണ്. അതിനിടയിൽ കൽക്കത്തയിൽ കേരളീയം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അത് ഡോക്ടർ MN കാരശ്ശേരിയുടെ ഒരു സ്വാധീനത്തിലാണ് ഈ പരിപാടി. അപ്പം പെൺകുട്ടികളുടെ ദഫ്, പിന്നെ പെൺകുട്ടികളുടെ ഒപ്പന, മാപ്പിളപ്പാട്ട്, ഇപ്പോൾ തിരഞ്ഞെടുത്ത മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കണം. അപ്പോൾ കാരശ്ശേരി മാഷ് ഒരു 10 പാട്ട് നമുക്ക് എഴുതി തന്നു. ഞാൻ അദ്ദേഹത്തെ അവിടെ നിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇംഗ്ലീഷിൽ അതിൻ്റെ ഇത് ചെയ്യണം, കോമ്പിയറിങ് നടത്തണം. അതൊക്കെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ട് കൽക്കത്തയിൽ നേതാജി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അവതരിപ്പിച്ചത്. ഈ യാത്രയിൽ ഒരു 10 ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ഫൈസൽക്കാടെ ജീവിതം വലിയൊരു മാറ്റം ഉണ്ടായ യാത്ര. അതിൽ ഈ പടയണി, കളരിപ്പയറ്റ്, പിന്നെ തെയ്യം, 72ഓളം കലാകാരന്മാർ ഒരു ബോഗിയിൽ പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിലൊക്കെ ഉണ്ട്. കാരശ്ശേരി മാഷിനോട് പറഞ്ഞു, മാഷിപ്പോൾ അതൊന്നും ഓർക്കുന്നുണ്ടാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെ ശബ്ദം നല്ല ശബ്ദമാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മാപ്പിളപ്പാട്ടല്ലാതെ ഒരു പാട്ടും പാടാൻ പാടില്ല. മാപ്പിളപ്പാട്ട് പറ്റിയ വോയിസാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കള്ള് കുടിക്കരുത്. ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങിയിട്ടില്ല, ഏതായാലും അല്ല ഇനിയത് തുടങ്ങാനും ഉദ്ദേശിക്കുന്നില്ല. സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ ഞാനങ്ങനെ ഓർക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ കാരശ്ശേരി മാഷുമായിട്ട് നമുക്കൊരു ബന്ധം, ഒരു ബഹുമാനത്തോടുള്ള ബന്ധം കാതിരിക്കോയ മാഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളിങ്ങനെ തുടരുന്നു. 1997-98 കോഴിക്കോട്ട് വെച്ചിട്ട് അതിനിടയിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ഈ മാപ്പിള കലകളെ കുറിച്ചുള്ള സെമിനാറുകൾ, ക്ലാസ്സുകളുടെ ഒക്കെ കേൾക്കാൻ പോകും.
അതൊക്കെ ഒരു ബാക്കി തുടരുന്നുണ്ട്. ആസാദ് വണ്ടൂർ വൈദ്യർ അക്കാഡമി അതൊക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ലോകത്ത് എവിടെ പരിപാടി ഉണ്ട് അവിടെയൊക്കെ ഞാൻ പോകും. കേരള സംഗീത നാടക അക്കാദമി മംഗലാപുരത്ത് വെച്ചിട്ടൊരു 3 ദിവസത്തെ ക്യാമ്പ് നടത്തിയിട്ട് അതിലിങ്ങനെ 3 ദിവസത്തെ വിവിധ മാപ്പിളപ്പാട്ടിൻ്റെ അവതരണം ഞാൻ പത്രത്തിൽ കാണുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തുകൂടി മംഗലാപുരത്ത് പോയിട്ട് 3 ദിവസം കൂടുകയാണ്, താമസിച്ചിട്ട് ഇത് കാണുകയാണ്. അതൊക്കെ ഒരു ഈ കോളേജ് കാലത്താണോ അല്ല, അതൊക്കെ മാഷായതിന് ശേഷം. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ അന്ന് ഈ വിയൻകുട്ടി മാഷൊന്നും നമുക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ നമ്മളിത് ആസ്വദിക്കുക മാത്രം. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലായിടത്തും പോവുക. അപ്പോൾ അത് ഒരു പാഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അത് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നു, ഈ പരിശീലനം. അങ്ങനെ കാരശ്ശേരി മാഷ് 98 സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെയും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും പിന്നെ നമ്മുടെ പബ്ലിക് റിലേഷൻഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ആദ്യമായിട്ടൊരു മാപ്പിളപ്പാട്ട് പരിശീലന ക്യാമ്പ് കോഴിക്കോട് വെച്ച് നടത്തുകയാണ്. അത് കാരശ്ശേരി മാഷ അതിൻ്റെ ഡയറക്ടർ. 15 ദിവസത്തെ ക്യാമ്പാണ്. ആ ക്യാമ്പിലേക്ക് എന്നെ കാതിരിക്കോയ മാഷ് പറഞ്ഞു നിങ്ങളതിൽ അപേക്ഷിക്കണം. അങ്ങനെ ഞാൻ അതിൽ അപേക്ഷിച്ചു, എനിക്കതിൽ അഡ്മിഷൻ കിട്ടി. ആ 35 തിരഞ്ഞെടുത്ത യുവാക്കളാണ്. ഈ 35 പേരും ഒരു ക്യാമ്പ് എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നുള്ളതിന് ഈ 35 പേരും ഈ മേഖലയിൽ സജീവമാണ്. ഞാൻ ഉദാഹരണം പറയാം. ഒന്ന്, കേരളത്തിലെ ദഫിൻ്റെ ഇന്ന് ഏറ്റവും വലിയ ഐക്കണായി നിൽക്കുന്ന, ലൈംലൈറ്റിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രഗത്ഭനായ ഡോക്ടർ കോയ കാപ്പാടാണ്. അദ്ദേഹം അതിലെ പഠിതാവാണ്. പ്രഗത്ഭനായ മാപ്പിളപ്പാട്ട് എഴുത്തുകാരനും കവിയുമായ ബാപ്പു വാവാട് ആ പരിശീലന ക്യാമ്പിൽ പഠിതാവാണ്. ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാക്കളായ മുനീറ KTP, റഹീന കുളത്തറ, അങ്ങനെ ഒരു MA ഗഫൂർ ഗായകൻ അതിൽ പഠിതാവാണ്. ഇത് ഞങ്ങൾക്ക് വലിയൊരു അനുഭവ ജീവിതത്തിൽ. പ്രത്യേകിച്ച് കാരശ്ശേരി മാഷ് ഒരു ക്യാമ്പ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറൊരു അനുഭവമാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ് മാഷ്. രാവും പകലും നമ്മളിതിൻ്റെ കൂടെ, വീട്ടിലെ ചിന്തകൾ പോലും നമുക്ക് വരാത്ത തരത്തിൽ ഒരു ഫോൺ ചെയ്യാൻ പോലും പെർമിഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കാത്തൊരു ഘട്ടം. അതിൽ ക്ലാസ് എടുത്തത് സുകുമാർ അഴീക്കോട്, MGS നാരായണൻ, TB വേണുഗോപാലപ്പണിക്കർ, K രാഘവ മാഷ്, P ഭാസ്കര മാഷൊക്കെ വരികയാണ്. അന്ന് അവരൊക്കെ കൊണ്ടുവരികയാണ്, കാരണം ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ക്യാമ്പാണ്. പിന്നെ മാപ്പിളപ്പാട്ടുമായി ബന്ധപ്പെട്ട് കേരള സാഹിത്യം, ഈ മലയാള പാട്ട് ചരിത്രം, ഇതൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ, മാപ്പിളപ്പാട്ട് മേഖല പല ആളുകൾ. ഈ ക്യാമ്പിൽ പങ്കെടുത്തവരൊക്കെ ഇന്ന് ഈ മേഖലയിൽ സജീവമാണ്, ഏതെങ്കിലും തരത്തിൽ സജീവമാണ്. ആ ക്യാമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയ ആളാണെന്ന് ഞാനാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി. അതോടുകൂടി ഞാൻ എല്ലാവരെയും പരിചയമായി. കാനേഷ് മുനീറിനൊക്കെ ഞാൻ പരിചയപ്പെടുന്ന അവിടുന്ന്. അദ്ദേഹം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കാരശ്ശേരി മാഷെ സഹായിക്കാനായിട്ട് ആ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും ഒരു കാര്യം ചോദിക്കട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരുപാട് ആ ഒരു ചരിത്ര വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫൈസൽക്ക് പറഞ്ഞു അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞു. ഈ അധ്യാപനത്തോടൊപ്പം കുട്ടികളെയും ഈ മാപ്പിളകലയിലേക്കും പാട്ടിലേക്കും ഒക്കെ കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തിയിരുന്നു? അല്ല, അധ്യാപനം എന്ന് പറയുമ്പോൾ ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപകനാണ്. അതിനുള്ളിൽ ചില പരിമിതികളുണ്ടാവും. അപ്പം മത്സരത്തിലെ കുട്ടികളെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും ഞാൻ എൻ്റെ ഡ്യൂട്ടി ഞാൻ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ. അതിന് പിന്നെ പുതിയ തലമുറയിലെ കുട്ടികളെ അധ്യാപകരൊക്കെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അവരങ്ങ് ആയിക്കോളും. പക്ഷേ അക്കാലത്ത് പിന്നെ യൂത്ത് ഫെസ്റ്റിവൽ ഇതിൻ്റെ ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല അക്കാലത്ത്. ഇത് ഈ അടുത്ത കാലത്താണ് ഇതിൻ്റെ ഒരു പരസ്പരമുള്ള മത്സരവും അതിൻ്റെ ഒരു കോലാഹലമൊക്കെ ഉണ്ടായി വരുന്നത്. പിന്നെ ഹൈസ്കൂളാകുമ്പോഴാണ് കുറച്ചുകൂടി ഇപ്പോൾ സംസ്ഥാന തലത്തിലേക്ക് മത്സരത്തിന് ഹൈസ്കൂളിനല്ലേ യോഗ്യത ഉള്ളൂ. UP ഘട്ടം അവസാനം. അപ്പോഴും നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ പിന്നാലുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് പിന്നീട് കുറച്ച് പഠനവും പ്രസംഗമൊക്കെ തുടങ്ങിയപ്പോൾ എന്നെ വിധികർത്താവായിട്ടൊക്കെ ആളുകൾ ഈ ജില്ലാ കലാമേളകളിലൊക്കെ വന്നു. അപ്പോൾ ഈ മേഖലയിലുള്ള ആളുകളായിട്ട് നമുക്ക് പരിചയമായി. പിന്നെ എനിക്കൊരു ഒരു ബ്രേക്ക് വന്നതെന്ന് വെച്ചാൽ മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയിലെ. അപ്പോൾ അവിടെ ആസാദ് വണ്ടൂരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയി. പിന്നെ ഞാൻ അക്കാഡമി പിന്നെ ആയതാണ്. അത് സ്മാരകമായ ഘട്ടത്തിൽ പിന്നെ നമ്മുടെ 2001 അവിടെ ഒരു കോൽക്കളി പരിശീലന ക്യാമ്പ് എൻ്റെ കാർമ്മികത്തിലാണ് നടന്നത്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും പിന്നെ അവിടുത്തെ ഒരാളായി മാറി ഞാൻ. അങ്ങനെ നമ്മൾ ഈ മേഖലയിലുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ടാക്കി. അതിൽ മാത്രം ഒതുങ്ങിയെന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ ഒരു വിഷ്വൽ മീഡിയയിലേക്ക് വരാനൊരു കാരണം മാപ്പിളപ്പാട്ട് രംഗത്തെ മുഴുവൻ ആളുകളുമായിട്ട് പോയി പരിചയപ്പെടുകയും അവരുമായിട്ടൊരു നല്ല ബന്ധം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പഴയ പാട്ടുകാർ. അതിൽ SA ജമീൽ എന്നെ വളരെ സ്വാധീനം ചെലുത്തിയ ആളാണ്. തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഓർത്തേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹത്തിൻ്റെ അവസാന കാലം 5 വർഷം ഞാൻ തന്നെ ആയിരുന്നു സന്തത. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഞാൻ പോകണം, കാരണം അദ്ദേഹത്തിനെ അറിയുന്നവർക്കറിയാം. അദ്ദേഹത്തെ ഈ പട്ടുറുമാൽ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് വിധികർത്താവായിട്ട് ക്ഷണിക്കുക, നമ്മുടെ കൈരളി ചാനലിൽ.
അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. മാത്രമല്ല പട്ടർമാളുമായി ബന്ധപ്പെട്ട് ആദ്യം എന്നെ വിളിച്ചിട്ട് നിങ്ങൾ എസ് എ ജമീൽഖാനെ കൊണ്ടുവരണമെന്ന് പറയണം, എന്നാലേ അദ്ദേഹം പോവുള്ളൂ. ഇതാരോ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷേ ഞാൻ വരാം, നിങ്ങളവിടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട്ട് ഈ കണ്ടംകുളത്ത് തിയേറ്ററിൽ വെച്ചായിരുന്നു പട്ടർമാൽ. അന്ന് ഉമ്പായി വി എം കുട്ടി, ഉമ്പായി പിന്നെ നമ്മുടെ വി ടി മുരളിയേട്ടൻ, നമ്മുടെ എസ് എ ജമീൽ. അപ്പോൾ വി എം കുട്ടി 2 ദിവസം വരാൻ പറ്റാത്തത് കൊണ്ട് അതിന് പകരമാണ് എസ് എ ജമീൽ. അപ്പോൾ ജമീൽക്ക കോഴിക്കോട്ട് ഈസ്റ്റ് അവന്യൂ ഹോട്ടലിലാണ് താമസിച്ചത്. അങ്ങനെ പരിപാടിയൊക്കെ നടക്കുന്നതിനിടക്ക് പിന്നെ ഉമ്പായി അവിടെ ആദ്യം പി ടി കുഞ്ഞമ്മക്ക് അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു ഇതൊരു റിയാലിറ്റി ഷോ എന്നുള്ള ഉപരിയായ ഒരു ഷോ ആണിത്. ഇതൊരു പാട്ടിൻ്റെ ശ്രുതിയോ താളമോ പറയുന്നൊരു സംവിധാനമല്ല, അത് ആർക്കും പറയാം. ഇതൊരു കൾച്ചറിനെ, ഒരു സംസ്കാരത്തെ പരിചയപ്പെടുത്തും. മാപ്പിളപ്പാട്ട് ഒരു പാട്ട് മാത്രമല്ല, അതൊരു സാഹിത്യ സംഗീത ശാഖയാണ്. അതുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു എലമെൻ്റ് ഇതിൽ വേണം. ആ തരത്തിലാണ് നമ്മളിതിനെ കാണുന്നത് എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്പായിനെ ഒരു വിധികർത്താവ്, ഉമ്പായി എന്ന സെലിബ്രിറ്റിയാണ്. ഉമ്പായി 2-3 പാട്ട് നിർണ്ണയം നടത്തിയപ്പോൾ പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇതെനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാം, എനിക്ക് മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളല്ല ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പുള്ളിയത് കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായി, തൽക്കാലം ഒരാൾ വേണം. അപ്പോൾ വി ടി മുരളി ഇതിൻ്റെ പ്രൊഡ്യൂസർ ജ്യോതി വള്ളല്ലൂരിനോട് പറഞ്ഞു ഈ ജമീൽ ഖാൻ്റെ കൂടെ വന്ന ഇയാൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും എന്നെ പറ്റിയിട്ട്, മുരളിയുടെ ഞാൻ നല്ല ബന്ധമാണ്, അപ്പോൾ നിങ്ങൾ അയാളൊന്ന് വെച്ച് പരീക്ഷിച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ തയ്യാറെടുപ്പോൾ ഞാൻ ഇയാളെ കൂടെ ഒരു അസിസ്റ്റൻ്റായിട്ട് ബാഗം തൂക്കി വന്ന ആളാണ്. കാരണം ഇയാൾ ഇവരുമായിട്ട് തെറ്റിപ്പോർത്തത്, ഇയാളെ പെരുമാറ്റം അങ്ങനെയാണ്. അങ്ങനെയാണ് ഞാനവിടെ വരുന്നത്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് തോന്നി ഞാനും വേണം, അല്ലെ എൻ്റെ ഒരു ഭാഗ്യത്തിന്. അത് പിന്നെ അങ്ങനെ തുടരുകയാണ്. പിന്നെ അങ്ങനെ 14 രാവ് പിന്നെ 3-4 സീസൺ പട്ടർമാൽ വന്നു. പിന്നെ അതൊരു പുതുമയുണ്ടായിരുന്നു. പട്ടർമാലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു, സംഗീതത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പോലെ അങ്ങനെയായിരുന്നു. അത് എല്ലാവരും ഏറ്റെടുത്തു. മാപ്പിളപ്പാട്ടിന് ഓരോ ചരിത്രത്തിൽ ചില വഴിത്തിരിവുകളുണ്ട്. ഒന്ന്, ഇതൊരു പ്രത്യേക സമൂഹത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഇടയിൽ ഒതുങ്ങി നിന്ന ഈ പാട്ടിനെ ജനകീയവൽക്കരിച്ചതിൽ ആദ്യഘട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചത് ഭാസ്കര മാഷും പിന്നെ രാഘവ മാഷുമാണ്. 1954 കായലരികത്ത് എന്ന പാട്ട് നീലക്കുയിൽ വരുമ്പം അതതിൻ്റെ ഒരു ഘട്ടമാണ്. പിന്നെ സിനിമയിൽ അല്ല ആ കാലഘട്ടത്തിൽ മോയിൻകുട്ടി വൈദ്യരുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം മാപ്പിളപ്പാട്ടിൻ്റെ ഈ ശീലുകൾക്ക് ഒരു പൊതു സ്വീകാര്യത കിട്ടും. അതുപോലെ തന്നെ ഒരു ഘട്ടമാണ് ഈ പിന്നണി ഗായകർ മാപ്പിളപ്പാട്ട് പാടുന്ന ഘട്ടം. അതായത് യേശുദാസൊക്കെ ബദറൊക്കെ പാടുക, അതൊരു വഴിത്തിരിവാണ്. അതുകൂടി എല്ലാ പിന്നണി ഗായകരും പാടാൻ തുടങ്ങി, ചിത്ര ചേച്ചിയൊക്കെ. അത് വേറൊരു തലത്തിലേക്ക് ഉയരുമല്ലോ. എല്ലാവരുടെയും ഒരു ഇഷ്ടമായിട്ട് മാറിയല്ലേ കാസറ്റുകളുടെ വരവ്, ഈ CD-കളുടെ വരവ്, വിഷ്വൽ മീഡിയ, അതിനിടയിലാണ് റിയാലിറ്റി ഷോയിലേക്ക് ഇത് വരുന്നത്. അതിന് കാരണമാകുന്നത് പട്ടർമാല. അപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. പിന്നെ നമ്മളിതിൻ്റെ ആളെ പിന്നെ നമ്മുടെ ജീവിതം മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ടായി. പിന്നെ ഒരു ഫൈസൽ എളേറ്റിൽ എന്നൊരു ബ്രാൻഡ് നെയിം തന്നെ ആയി. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. ഈ കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി ഒരു സ്മാരകത്തിൽ ഞാൻ പണ്ട് ലേഖനങ്ങളൊക്കെ എഴുതിയായിരുന്നു. അവിടെ പഠിക്കുന്നത് PP മുഹമ്മദ് ഫൈസൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വാരാധ്യ മാധ്യമത്തിൽ നാലകത്ത് കാസിം ഖാൻ മരിച്ചപ്പോൾ ഞാൻ എഴുതിയ ലേഖനം PP മുഹമ്മദ് ഫൈസൽ എന്നാണ്. അപ്പം ആസാദ് കൊണ്ടുവരും ചെയ്യും. അദ്ദേഹം വൈദ്യർ അക്കാഡമിയിലുള്ള എല്ലാ പരിപാടിക്കും എൻ്റെ പേര് ഫൈസൽ അളിയിട്ട് മൂപ്പരങ്ങോട്ട് കൊടുക്കും. പിന്നെ അതങ്ങ് ബ്രാൻഡായതാ, അല്ലാതെ പേര് നമ്മൾ സ്വീകരിച്ച പേരൊന്നും അല്ല. തീർച്ചയായിട്ടും മാപ്പിളക്കല എന്ന് ഇപ്പോൾ പറയുമ്പോൾ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം ഫൈസൽ എളേറ്റിൽ എന്ന പേര്. പിന്നെ 14 രാവ് വന്നു. അതും കുറച്ചുകൂടി ഇതിൻ്റെ എന്താ പറയുക സംസ്കാരത്തോട് നീതി പുലർത്തിയിട്ട് കുറച്ചുകൂടി സൂക്ഷ്മതയോട് കൂടി നടത്തിയ ഒരു പരിപാടി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടായിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇവിടെ നടക്കുമ്പോഴും നമ്മൾ ഉണ്ടാവുന്നു, നമ്മൾ ബന്ധപ്പെടുന്നു. അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ജീവിതമായി മാറി. ഇപ്പോൾ ഊണിലും ഉറക്കിലും ഒക്കെ ഇത് തന്നെയാണ്. എന്തായാലും ഊണിലും ഉറക്കിലൊക്കെ ഇത് തന്നെയാണല്ലോ. അപ്പോൾ വേറെ കാര്യം പറയട്ടെ, ഞാനൊന്ന് മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കേണ്ട ആളാണ്. നോമ്പ് 26 രാവാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ ബുദ്ധിമുട്ടാക്കി ഞാൻ ഇവിടെ വന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പം നോമ്പ് 26 എന്ന് പറയുമ്പോഴേ നമുക്ക് ഇനി പെരുന്നാളാണ് വരുന്നത്. അപ്പോൾ ഈ പെരുന്നാളും മാപ്പിള കലയും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ്? അല്ലെങ്കിൽ അതിനായിട്ട് സ്പെഷ്യലായിട്ട് വല്ല പാട്ടുകളും നമ്മൾ കൂടുതലും ഈ ചെറിയ പെരുന്നാൾ നമ്മളെ നോമ്പ് പെരുന്നാളിനേക്കാളിലും ഈദുൽ ഫിത്തറിനേക്കാളും പാട്ടുകൾ കുറച്ചുകൂടി സജീവമായത് വലിയ പെരുന്നാളിനാണ്. അതിനൊരു കാരണം എന്താണെന്നറിയോ? ഒന്ന്, ഇതൊരു
ഒരു സഹനത്തിൻ്റെ കാലമാണല്ലോ ഈ നോമ്പ്. അപ്പോൾ നമ്മൾ മറ്റ് ആഘോഷങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നെ പെരുന്നാളിൻ്റെ അന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ മറ്റേത് ബലിപെരുന്നാളിൻ്റെ പിന്നിൽ വേറൊരു ചരിത്രം ഉണ്ടല്ലോ. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ത്യാഗം, ബലി, ആജറാബി, ഇത് അതിൻ്റെ ആ തരത്തിൽ ഒരുപാട് പാട്ട് വന്നിട്ടുണ്ട്. അതിലെ ഒരു രണ്ട് വരി ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും പ്രസിദ്ധമായ പാട്ട് ഇപ്പോൾ നമ്മുടെ കൃഷ്ണദാസ മാഷും ഫസീലത്തെയും പാടിയ പാട്ടിലെ ഉടനെ കഴുത്തൻ്റെ ആറ്റ കനിമോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ ബാപ്പാവിടെ ഞാൻ നിധി കാണുന്നു മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു. ഈ വാപ്പയും മോൻ തമ്മിലുള്ള സംഭാഷണം പോലുള്ള ഈ പാട്ട് കേൾക്കാത്തവരാരുമില്ല. അങ്ങനെ ഒരുപാട് പാട്ടുണ്ട്. ഇപ്പോൾ ജമീൽ കയുടെ ഒരു പാട്ടുണ്ട്. ദാനധർമ്മ പ്രാർത്ഥനാ വ്രതങ്ങൾ അനുഷ്ഠിച്ചു വൃദ്ധ ദമ്പതികൾ ഒരു കുഞ്ഞിനു പല നാൾ ദശാബ്ദങ്ങൾ 8-9 കഴിഞ്ഞൊരാ ദാമ്പത്യ വല്ലരി പൂത്തവസാനമൊരു നാൾ വല്ലരി പൂത്തവസാനമൊരു നാൾ. വേറെ രീതിയിലായിരുന്നു ജമീൽ എഴുതിയാണ്. എല്ലാ പാട്ടും എഴുതിയിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരും ഈ വിഷയം എഴുതിയിട്ടുണ്ട്. അതെ, ഇപ്പൊ ജമീൽക്ക് എനിക്ക് തോന്നുന്നു വൈദ്യർ പിന്നെ മോയിൻകുട്ടി വൈദ്യരുടെ ആ ഒരു ട്രഡീഷണൽ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അക്കാലത്ത് മണിപ്രവാള ശൈലിയിൽ ഭാഷാ സാഹിത്യത്തിലെ പാട്ട് കൃതികളെ പോലെ എഴുതിയിട്ടുണ്ട് പാട്ട്. അതാണ് ഈ സങ്കര ഭാഷയിൽ കുറേ പാട്ടെന്ന് വന്നത്. ബദർ, ഉഹദ്, അന്നെല്ലാ പാട്ട് കൃതികളും അങ്ങനെ തന്നെയാണ്. പിന്നീട് മാപ്പിളപ്പാട്ടിലല്ലേ കുറച്ചുകൂടെ അങ്ങനെ ഒരു ഇപ്പോഴും അത് കൊണ്ടുനടക്കുന്നുള്ളതാണ് അതിൻ്റെ ഒരു സവിശേഷത. എല്ലാ ഭാഗം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ അറബി മലയാള ഭാഷയിൽ അന്ന് എഴുതിയ കൃതികൾ, ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ, അത് പിന്നെ നമ്മുടെ വലിയൊരു പ്രശ്നം ഈ പാട്ടുകൾ പാടി പറഞ്ഞു കൊടുക്കുന്ന ഒരു സമ്പ്രദായം നാട്ടിലുണ്ടായിരുന്നു. അത് ഈ ഭാഷയുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതൊക്കെ പാടി പറയുക, ആ മോയിൻകുട്ടിയുടെ കൃതികളൊക്കെ പാടി പറയുമ്പോൾ അതുണ്ടാകുന്നൊരു ഇമ്പാക്റ്റ് അക്കാലത്ത് സാമൂഹ്യ ബോധം ഉണ്ടാക്കാനും അനീതിക്കെതിരെ പടപൊരുതാനും ചൂഷണത്തിനെതിരെ പടപൊരുതാനും ഇപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെയൊക്കെ പടപൊരുതാൻ ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ നിരോധനത്തിൻ്റെ വക്കിലെത്തുന്നത്. ഒരുപാട് പാട്ട് നിരോധിച്ചിട്ടുണ്ട്. ചെറൂർ പാട്ടൊക്കെ നിരോധിച്ച പാട്ടാണ്. വൈദ്യരുടെ പാട്ടുകൾ പോലും സംശയത്തിൻ്റെ നിഴലിലായിരുന്നു. കാരണം ഈ ബദറിൻ്റെയും മുഹദിൻ്റെയും കഥയാണ് പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ചില വിഷയങ്ങൾ ഇതുണ്ടായിരുന്നു. അത് ആ പാട്ടിൻ്റെ സാമൂഹ്യമായ ഒരു പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വരേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. അത് ഇപ്പോൾ പിന്നെ മോയിൻകുട്ടി വൈദ്യർ ഈ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിന് ശേഷം സാധാരണ മലയാളത്തിലേക്ക് മാനക മലയാളം എന്നൊക്കെ പറയുന്നത് നമ്മളെ ആ മലയാളത്തിലേക്ക് പാട്ട് വന്നപ്പോൾ അതിനെ സമ്പന്നമാക്കിയതിൽ കവികളിലെ ഏറ്റവും പ്രഗത്ഭനായ ആളാണ് P.T. അബ്ദുറഹ്മാൻ. അതുപോലെ ഒരാളാണ് S.A. ജമീൽ. ഇവർ രണ്ടുപേരുടെയും റൂട്ട് രണ്ട് ശൈലിയാണ്. P.T. കാൽപ്പനിക ഭാവവും പിന്നെ ഇപ്പോൾ മിറാജ് രാവിലെക്കാറ്റെ പോലെ അല്ലെ വേറൊരു തരത്തിൽ പാട്ടുകൾ ഇപ്പോൾ മൂസക്കയും പീർക്കയും VM കുട്ടി മാഷും ഒക്കെ പാടിയ പാട്ടുകൾ കൂടുതലും അദ്ദേഹം എഴുതിയ പാട്ടുകൾ. അദ്ദേഹം പ്രഗത്ഭനായ കവിയാണ് മലയാളത്തിലെ. അതുകൊണ്ട് അദ്ദേഹം പാട്ട് വേറൊരു തരം. ജമീൽക്ക് എന്ന് പറയുന്നത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ തുറന്ന് എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. അതിലൂടെ അദ്ദേഹം സ്വീകാര്യത ഉണ്ടാക്കി. കത്തുപാട്ടുണ്ട്. പിന്നെ ഈ കത്തുപാട്ട് കേട്ടിട്ട് ഒരുപാട് മനുഷ്യന്മാർ ആ കാലത്ത് കരഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കത്തുപാട്ട് കരയാന്നുള്ളത് ഗൾഫിൽ നിന്ന് കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. കരയ മാത്രമല്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് ഈ പ്രവാസം എന്ന് പറയുന്നതിൻ്റെ തുടക്കാലത്ത് ഇന്നത്തെ പോലെ ഫോണിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത കാലത്ത് ഒരു കത്ത് ഒരു മാസം കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നൊരു കാലം. മരിച്ചാൽ വീട്ടിൽ ബന്ധുക്കൾക്ക് എത്താൻ പറ്റില്ല. 8-9 വർഷം കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരിക. ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കൊച്ചു കുട്ടികളുടെ ചെറിയ കാലം കാണാതെ ജീവിക്കുക. ആ കാലഘട്ടത്തിൽ ജമീൽക്ക അടുത്ത വീട്ടിൽ ഫോണിന് വേണ്ടി കാത്തു നിൽക്കണം. എൻ്റെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ട് വന്നിട്ട് ട്രങ്ക് കോൾ ബുക്ക് ചെയ്തിട്ട് ഫോണ് കിട്ടാതെ മടങ്ങിപ്പോവുക പിറ്റേന്ന്. അങ്ങനെ ആ ഒരു പ്രവാസകാലത്ത് ജമീൽക്ക എഴുതുകയാണ്, ഇപ്പോൾ 2-4 വർഷം മുമ്പ് നിങ്ങൾ വന്നു, 8-10 നാളുകൾ മാത്രം വീട്ടിൽ നിന്നു, അതിലുണ്ടായൊരു കുഞ്ഞിനു 3 വയസ്സായിന്ന്, അവനെന്നും ചോദിക്കും ബാപ്പായ വീടെന്ന്, ഓടിച്ചാടി കളിക്കും മോൻ ബാപ്പാനെ
മാടി മാടി വിളിക്കും. അത് കാണുമ്പോൾ ഉടഞ്ഞിടും നെഞ്ചു പിടഞ്ഞിടും പൂക്കുഞ്ഞി പൈതലല്ലേ, ആ മുഖം കാണാൻ പൂതി നിങ്ങൾക്കുമില്ലേ. അത് ഇന്ന് നിനക്ക് സിമ്പിളാണ്, പക്ഷെ അത് ഞാൻ ജമീൽക്കയുടെ കൂടെ ഖത്തറിലൊരു പരിപാടി പോയിട്ട് അദ്ദേഹം ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് ഈ സദസ്സിലെ ആളുകൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ പഴയ കാലത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ഈ ഓഡിയോ കേസറ്റിൽ ഭാര്യയുടെയും കുട്ടികളുടെയും സംസാരം റെക്കോർഡ് ചെയ്തിട്ട് രാവുമ്പോൾ ഇതിങ്ങനെ കേട്ടിട്ട് ആ ഒരു കാലഘട്ടമാണ്. അതെ അതെ, അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മറുപടി പാട്ടും ഉണ്ടല്ലോ ഇങ്ങനെ. ഞാൻ പറഞ്ഞല്ലോ എല്ലാം തുറന്നെഴുതുന്നൊരു പ്രകൃതി അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് മറുപടി കത്തൊക്കെ ഒരുപാട് വിവാദങ്ങളാണ്. എന്നാലും അതൊരു 2 വരി പാടിയ ഈ കാലഘട്ടത്തിൽ ഈ പത്രത്തിലൊക്കെ വരുന്ന വാർത്തകളിൽ ഇപ്പം ഇന്നലെയും ഞാനൊക്കെ കുറേ വാർത്തകൾ കണ്ടു. അങ്ങനെ ഈ ഒരു യുവാവും യുവതിയും പിന്നെ മരിച്ചു, പിന്നെ നോക്കുമ്പോൾ അയാൾക്ക് വേറെ ഭാര്യയുണ്ട്, ഇവർക്ക് ഭർത്താവുണ്ട്. ഈ അവിഹിത ബന്ധങ്ങളുടെ ഒരു കാലത്ത് ജമീൽഖാൻ്റെ ഒരു വരിയുണ്ട്, എന്താ അറിയോ, പെണ്ണിൻ്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ്, പൊണ്ണൻ അവനാണവളുടെ തെറ്റിൻ്റെ കർത്താവ്, അവസരമാണ് ആവശ്യത്തിൻ്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്, കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ നമ്മൾ കാണുന്നില്ലേ, സംഭവം അതുമിതും അവിഹിതം പലതും നടന്നിട്ടില്ലേ, ഇപ്പോഴും നടക്കുന്നില്ലേ, ഇനിയും നടക്കുകയില്ലേ. ഇതൊക്കെ അശ്ലീലമായിട്ട് പറയുന്നതാണ്. പക്ഷേ ഭയങ്കര ഒരു ഡെപ്തുള്ള പാട്ടല്ലേ. ഇന്ന് കാലത്തും ഒരു എന്താ കാലത്തിനൊപ്പം എന്ന് പറഞ്ഞ പോലെ ഞാനിത് ആലോചിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ ഉദാഹരണം പറയും, എന്നോട് ഒരു വലിയൊരു രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പ്രഭാഷകൻ ഒരിക്കൽ ഈ പാട്ടിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ ആ അവസരത്തിൽ ആ വേദിയിൽ ഞാനുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഉദാഹരണം തെറ്റാണ്. ഈ പാട്ടാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിച്ചത്. ഈ ചോദ്യം ഓരോ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഹൃദയത്തിലേക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് അദ്ദേഹം വേഷം മാറി നടന്ന് അതൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം ഒരിക്കലും രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പെണ്ണ് ഏത് പുരുഷനെയും ആകർഷിക്കുന്ന തരത്തിൽ ഒരു അറബി കവിത ഇങ്ങനെ ചൊല്ലുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെക്കാൾ ഈ കാര്യങ്ങൾ അറിയുന്ന ആളാണ്. ഈ ചരിത്രം കേട്ടപ്പോൾ ഈ പെണ്ണിനെ പിറ്റേന്ന് ഉമർ വിളിച്ചു ചോദിച്ചു, നീ എന്താണ് ഇങ്ങനെ പാട്ട് പാടാൻ കാരണം? ഇങ്ങനെ ഒരു അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, എന്നാലും എന്താണെന്ന് ചോദിച്ചു. ഒന്നും ഇവിടെ മിണ്ടിയില്ല. കാരണം ഉമറല്ലേ, പേടിയല്ലേ. നിൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് ചോദിച്ചു. നിങ്ങളെ പട്ടാളത്തിലാന്ന് പറഞ്ഞു. എത്ര കാലമായി പോയിട്ടെന്ന്? 9 മാസമായി പോയിട്ടെന്ന്. അപ്പോൾ ഉമറിന് മനസ്സിലായി ഭർത്താവിനെ പിരിഞ്ഞ ഭാര്യ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവളുടെ പാട്ട്. എന്നിട്ട് ചോദിച്ചു, നിനക്ക് നിൻ്റെ ഭർത്താവിനെ പിരിഞ്ഞ് എത്ര കാലം നിൽക്കാൻ പറ്റും? ഇവൾ പേടിച്ചുകൊണ്ട് പറഞ്ഞില്ല. വീട്ടിൽ പോയിട്ട് മോളോട് ചോദിച്ചു, നിനക്ക് നിൻ്റെ ഭർത്താവിനെ പിരിയാൻ എങ്ങനെ കഴിയും? അങ്ങനെയല്ലേ 4 മാസത്തിലൊരിക്കൽ പട്ടാളക്കാർക്ക് ലീവ് അനുവദിച്ചു കൊടുത്തു. ആ തലത്തിൽ നമ്മൾ ഈ പാട്ടിനെ കാണുകയാണെങ്കിൽ ഇതൊരു വലിയ ധാർമ്മിക ഉത്ബോധനമല്ലേ എന്ന് ഞാൻ ചോദിച്ചു അയാളോട്. നമ്മളതിനെ ഈ വാക്കർത്ഥം വെച്ച് നമ്മൾ ഇതിനെ അശ്ലീലമാണെന്ന് പറയുന്ന കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല, ആ ഒരു തലത്തിൽ എന്നല്ല. ഇന്നിപ്പോ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മൾ ദിവസവും കേൾക്കുന്ന വാർത്തകൾ, ഈ വാർത്തകളൊക്കെ ഈ ജമീൽ നേരത്തേത് നമ്മളോട് പറഞ്ഞു എന്നുള്ളതാണ്. അത് അതേ പച്ചയായിട്ട് പറഞ്ഞു. എല്ലാ കാലങ്ങൾക്കും വേണ്ടി അദ്ദേഹം സംസാരിച്ചു പറഞ്ഞു. രീതി അങ്ങനെയാണ്. അതുകൊണ്ട് അത് ആ ദുബായ്ക്കത്തിലെ മറുപടിയിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഇപ്പം എന്താ പറയുക, എന്തെന്ത് സുഖഭോഗം നിനക്കിന്നുണ്ടെന്നാലും ഏറെ ഫോറിൻ പണം ഗൾഫിൽ നിന്ന് വന്നാലും എന്നും സ്വർണം വെച്ച് വിളമ്പി നീ തിന്നാലും എത്രയും സൂക്ഷിച്ച് വീട്ടിൽ നീ നിന്നാലും പറ്റിപ്പോകും, തെറ്റ് പറ്റിപ്പോകും. ഇങ്ങനെയൊക്കെ പറയാൻ അവർ വേറൊരു കവിക്കും കഴിയില്ല, കഴിഞ്ഞിട്ടുമില്ല. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന വേറൊരു പാട്ട് ഞാൻ പറയട്ടെ. ഈ ജമീൽക്ക ഈ പുരുഷൻ്റെ സങ്കടം ലോകത്ത് ആരും പറഞ്ഞില്ല. ഇപ്പോൾ ഷഹനാസ്തൊക്കെ ഇവിടെ ഉണ്ട്, ഇവർക്ക് നമ്മളെ വിമർശിക്കുന്നാലും പറയട്ടെ. ലോകത്ത് ഈ പുരുഷൻ്റെ സങ്കടം പറഞ്ഞ കവികളാരുണ്ട്? എല്ലാ സ്ത്രീകൾ, ബസ് പോയ സ്ത്രീകൾക്ക് റിസർവേഷൻ, എവിടെയും നമുക്ക് റിസർവേഷൻ ഇല്ല, നമ്മൾ ജനറലല്ലായിരുന്നു. എന്നാൽ പുരുഷൻ്റെ ലോകത്തുള്ള പാട്ട് മുഴുവനും പുരുഷൻ്റെ സങ്കടമാണ്, അല്ല സ്ത്രീകളുടെ സങ്കടമാണ്. പുരുഷൻ്റെ സങ്കടം പറഞ്ഞ ഇയാളേ ഉള്ളൂ. അത് തമാശ എനിക്ക് തോന്നും. അന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി. ഇന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി. അദ്ദേഹം പറയാണ്, 10 ഓടിത്തളർന്നൊരു ദാമ്പത്യം
കത്തിക്കരിഞ്ഞൊരു വർണ്ണപൂത്തിരി, പറയാൻ പേടിക്കും പാവം പുരുഷൻ്റെ രഹസ്യമോഹ ചിന്തകൾ തൻ ചിത്രമിത ഇത്തിരി. കരിനീല നീൾമിഴിയുന്നാഴിപ്പരപ്പിലന്ന് വിടർന്ന് കാണാം വിശ്വകവിത. ഇന്നതേ കണ്ണിൻ കവാടത്തിൻ കാലത്തിൻ കൈപ്പടയിൽ വായിക്കാം ജീവിതത്തിൻ വ്യർത്ഥത. അതൊക്കെ വലിയ അർത്ഥമുള്ള വരികളാണ്. ഫൈസൽ ഖാനെ പോലെയുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് തോന്നുന്നത്. അതല്ല, അത് പ്രായമുള്ള ആരുടെ ഇപ്പം നിങ്ങൾ വർത്തമാനം ചോദിച്ചാലും ഇത് എല്ലാവർക്കും ഇത് തുറന്നു പറയാൻ പറ്റില്ലല്ലോ. ജമീൽക്ക് അത് തുറന്നു പറഞ്ഞു. ഞാൻ ലാൽ ജോസ് അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ. അപ്പോൾ അദ്ദേഹം ലാൽ ജോസ് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രമേയം ഞാൻ ഇവിടെയും കേട്ടിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മാംസനിബദ്ധമല്ല അനുരാഗം. അതിനെക്കുറിച്ച് ഇയാൾ പറയുന്നുണ്ട്, മാംസനിബദ്ധമല്ല അനുരാഗം, ഇരു കണ്ണുമൂക്കുമില്ലാത്തൊരു മഹാനായ കവിക്ക്, മാംസമില്ലാത്തൊരസ്ഥികൂടത്തിൽ അനുരാഗം വരൂല മനുഷ്യനായ എനിക്ക്. അതൊക്കെ അദ്ദേഹത്തിനെ പറയാൻ കഴിയും. ഇതൊക്കെ സ്ത്രീവിരുദ്ധ നിങ്ങൾ പറയും, അതുകൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല. ഫൈസൽ ഖാൻ വളരെ രസകരമായിട്ട് എസ്.എ. ജമീലിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പഴയ തനതായ ശൈലിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ഇതിലേ പിന്നെ നമ്മൾ ഈ ഇറങ്ങുക ഇപ്പോൾ ഒരു സങ്കടങ്ങൾ, ഇപ്പോൾ ഇത് ഹൃദയം തൊടുന്ന ഒരു രീതി പാട്ടിനുണ്ട്. അതായത് നമ്മൾ വെറും ഒരു പാട്ടായിട്ടല്ല. ഇപ്പോൾ സിനിമാ പാട്ടിന് ഇപ്പം ഞാൻ എൻ്റെ അനുഭവം പറയാം. നമ്മളൊക്കെ ആളുകൾ വിളിച്ചിട്ട് സാധാരണക്കാരൊക്കെ വിളിച്ചിട്ട് നമ്മോട് ഒരു പാട്ടിൻ്റെ ഒരു അക്ഷരം തെറ്റിയാൽ നിങ്ങളെന്തുകൊണ്ട് അത് സൂചിപ്പിച്ചില്ല എന്നൊക്കെ പറയും ഈ റിയാലിറ്റി ഷോയിലൊക്കെ. അപ്പോൾ അത് എന്താ കാരണം എന്ന് വെച്ചാൽ അവർ ഇത്ര ഇതിൻ്റെ ഫോളോ ചെയ്യുന്നത്. നമ്മളിപ്പം സൂചിപ്പിച്ചിട്ടുണ്ടാകും, എഡിറ്റിങ്ങിൽ പോകുന്നതായിരിക്കും. അവരത്ര കൃത്യമായിട്ട് അറബി അക്ഷരങ്ങൾ തെറ്റിയാൽ, അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ നമ്മൾ ചില പാട്ടുകൾ വിമർശിച്ചാൽ, കുട്ടീൻ്റെ ടാലൻറ്റ് വിമർശിച്ചാൽ, നമ്മൾ കാണുന്ന ആംഗിളിലല്ല അവർ കാണുക. അപ്പോൾ അവർ നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആളുകൾ അതേസമയത്ത് ഒരു റിയാലിറ്റി ഷോയിൽ, ഇപ്പോൾ ചലച്ചിത്രഗാന റിയാലിറ്റി ഷോയിലൊക്കെ അങ്ങനെ ആളുകളൊന്നും വിളിക്കുകയൊന്നുമില്ല. ഞാൻ ജോൺസൺ മാഷിൻ്റെ ഒരു അനുഭവമുണ്ട്. ജോൺസൺ മാഷ് പട്ടുറുമാലിൽ ഞങ്ങളുടെ കൂടെ വിധികർത്താവായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഒരു ദിവസം ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട്, ഈ കുട്ടി നമ്മുടെ ഇതിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചു, ഈ കുട്ടീനെ ഔട്ടാക്കിയപ്പോൾ ഇദ്ദേഹം ജഡ്ജാ. അപ്പോൾ ചെന്നൈയിൽ വെച്ച് ഇദ്ദേഹത്തിൻ്റെ നമ്പർ വിളിച്ചിട്ട് ആരോ ചീത്ത പറഞ്ഞു. അത് മാപ്പിളപ്പാട്ടിനുണ്ടാവും അതൊക്കെ. ചീത്ത പറഞ്ഞു. അപ്പോൾ അയാൾ വെച്ച് ഇങ്ങനെയൊന്നും എനിക്ക് ജീവിതത്തിൽ അനുഭവമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് ഈ എല്ലാം വളരെ എന്താ പറയുക, ആളുകൾ ഇതിൻ്റെ കൂടുതൽ ഒരു വളരെ വികാരത്തോടു കൂടിയാണ് ഈ കാര്യത്തിൽ കാണുന്നത്. അത്തരത്തിലുള്ള വിമർശനങ്ങൾ എനിക്ക് പിന്നെ റിയാലിറ്റി ഷോയിൽ പല ആംഗിളിൽ ആളുകൾ കാണുന്നത്. ചില ആളുകൾ നല്ല പിന്നെ എന്താ പറയുക, പൊലിമയോടുകൂടി ഗ്ലാമർ തരത്തിൽ ഡ്രസ്സ് ധരിച്ച ആളുകളോട് ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ചില ആളുകൾക്ക് ദാരിദ്ര്യാവസ്ഥയിലുള്ള കുട്ടികൾ അവരുടേക്കും താല്പര്യം ഉണ്ടാകുക. അവർ പാട്ടിൻ്റെ ടാലൻ്റല്ല നോക്കുക, അവരുടെ ജീവിതമാണ് ഫോളോ ചെയ്യുക. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ അങ്ങനെയുള്ള ഒരു പാവപ്പെട്ടൊരു കുട്ടി ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകണം. ക്വാർട്ടർ ഫൈനൽ എന്ന് പറയുന്ന ഔട്ടാക്കിയതൊരു അന്ന് ഇതിൻ്റെ ഫൈനൽ നടക്കുന്നത് ദുബായിലാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നേരത്തെ ഷൂട്ട് ചെയ്യുന്ന സാധനമാണല്ലോ ഇതോട്. അപ്പോൾ ഒരാളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടീനെ ഔട്ടാക്കി നിങ്ങൾ ദുബായിൽ കാലുകുത്തൂരാറ്, ആ കുട്ടീനെ ഔട്ടാക്കിയിട്ട് നിങ്ങളൊന്ന് നടന്നത് കാണട്ടെ. എന്തൊക്കെയോ എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനിവനെ പറഞ്ഞായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്നത്തെ ഒരു അവസ്ഥയിലാണ് പറഞ്ഞത്, നിങ്ങൾ ഔട്ടാക്കി എനിക്കിഷ്ടമായില്ല. കാരണം അവർ കാണുന്ന ആംഗിളല്ല നമ്മൾ കാണുന്ന വിധിനയത്തിൻ്റെ ഒരു പ്രശ്നം ആസ്വദിക്കല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപാട് നമ്മൾ തിരിച്ചും മറിച്ചും ആരോപണങ്ങളൊക്കെ ഈ ഫീൽഡിൽ വരും. നമുക്കിനി ന്യായീകരണം ഉണ്ടായാൽ മതി. നമ്മളെ അതിന് പറയുന്നൊരു കാര്യമുണ്ട്, ഈ വിധി നിർണ്ണയം എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട്. ഞാനിപ്പോൾ വിധിനത്തിന് പൊതുവെ പോകാറില്ല, റിയാലിറ്റി ഷോയിലൊക്കെ പോകുന്നല്ലാതെ മറ്റ് അത് അവിടെ തന്നെ സ്പോട്ടിൽ തന്നെ കിട്ടും. നമ്മളെ പിന്നെ നമുക്ക് പറ്റുന്ന അബദ്ധം കൊണ്ട്, എന്താ അബദ്ധം അല്ല, നമ്മുടെ വിവരക്കേട് കൊണ്ട് നമുക്ക് അബദ്ധങ്ങൾ പറ്റാം. നമ്മുടെ കയ്യിരിപ്പോട്ട് അബദ്ധം പറ്റരുത്. നമുക്ക് അജ്ഞത കൊണ്ട് സംഭവിക്കാം, അത് സ്വാഭാവികമാണ്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ അത് നമ്മൾ തെറ്റല്ല. അതേ സമയത്ത് നമ്മളെ കയ്യിൽ നമുക്കിതിൽ അജണ്ടകൾ ഉണ്ടാകാൻ പാടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മേഖലയിലുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഇതൊരു വലിയത്. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതങ്ങ് ശീലമാവും. ഈ ചീത്തയൊക്കെ ഇട്ട് ഇങ്ങനെ പിന്നെ ഒരു ശീലം വരുന്നൊരു
ഒരു ഘട്ടമുണ്ട്. അതങ്ങ് മാറുമ്പോൾ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഈ യുവജനോത്സവ വേളകളിൽ ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും നേരിട്ട് അനുഭവിക്കാൻ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതുണ്ടാവില്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ റിയാലിറ്റി ഷോകളാണ് ഇത് പൊതുവെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആരാധകരുടെ പ്രശ്നം ഉണ്ടാകും, മറ്റൊരു ആരാധകരുടെ പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതല്ല, നിങ്ങൾ ഈ പാട്ടിൻ്റെ നിലവാരത്തെ പറ്റിയിട്ട് പറഞ്ഞതിനെ കുറിച്ചാണ്. ഇത് ഓരോ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഇത് കൊണ്ടു നടക്കുന്നു. ഇതിൻ്റെ ഒരു സ്വാഭാവികമായ കാര്യം, ഇതിൻ്റെ ഒരു ജനങ്ങളെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നത് ഈ പാട്ടിൻ്റെ സവിശേഷതകൾ ജനങ്ങൾ ഇതിനെ കൂടി മനസ്സുമായിട്ട് ഇതിനെ കൊണ്ട് നടക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിൻ്റെ സംഗീതമാണ്. ആളുകൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ളൊരു ട്യൂൺ മാപ്പിളപ്പാട്ടിലുണ്ട്, ഒരു റിതം. അതിപ്പോൾ ഇലക്ഷനാണ് നമ്മൾ പറയുമ്പോൾ. നിങ്ങൾ ആലോചിച്ച് ഇപ്പോൾ നോമ്പുകൾ കഴിയട്ടെ, പാട്ടുകളുടെ പ്രവാഹമായിരിക്കും, ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടായിരിക്കും. അത്രയ്ക്ക് ആളുകളെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു മാസ്മരിക ഒരു വലയം ഈ പാട്ടുകൾ തീർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ട്യൂണിൻ്റെ ഒരു പ്രത്യേകതയാണ്. ട്യൂണില്ലാത്ത പാട്ടുകൾ പോലും പണ്ട് കാലത്ത് ഇലക്ഷൻ ഇങ്ങനെ പാടും, വായ്പാട്ട് ഇങ്ങനെ പാടുക, മാപ്പിളപ്പാട്ടിന് അങ്ങനെ പ്രത്യേകതയുണ്ട്. കൃത്യമായിട്ട് ആളുകളുടെ ഇടയിലേക്ക് അത് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയും. അത് നമ്മുടെ അങ്ങനെയുള്ള വരികൾ പണ്ട് കാലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കാലം. ഇത് പുതിയ പാട്ടുകൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഈണത്തോട് നീതി പുലർത്താൻ കഴിയുന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തത് വരിയാണ്. അപ്പോൾ ഇതിൻ്റെ സാഹിത്യ ഭാഷ, സാധാരണ ഭാഷയൊക്കെ പാട്ട് വന്നു ഒക്കെ റെഡി തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇതിൻ്റെ സംസ്കാരത്തോട് നീതിയുള്ള തരത്തിലുള്ള വരികളാവണം, അല്ലേ പിടിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെ പാട്ടുകൾ അതിനർത്ഥം ആസ്ഥാനത്ത് അസമയത്ത് നമ്മൾ അത്തരം പദപ്രയോഗങ്ങൾ പ്രയോഗിക്കണമെന്നല്ല, ഇതുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ചെയ്യണമെന്നാണ്. ആസ്ഥാനത്ത് പ്രയോഗിക്കണമെന്നല്ല. അത് അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ചെയ്തു വെച്ച പാട്ടുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് വിഷയപ്പുണ്ട്. പക്ഷെ അവിടെയും നമ്മൾ ടെൻഷൻ അനുഭവിക്കേണ്ട ഒരു കാര്യമില്ല ഈ വിഷയത്തിൽ. എന്താണെന്നറിയോ, നിലനിൽക്കേണ്ടത് നിലനിൽക്കുള്ളൂ. പാട്ടുകൾ വരട്ടെ, ആരൊക്കെ പാടി ആരൊക്കെ ഏതൊക്കെ ആൽബം ഏതൊക്കെ വരട്ടെ. തീർച്ചയായിട്ടും ട്രഡീഷണൽ വേലുള്ള കാര്യങ്ങൾ. പിന്നെ ആൽബം പാട്ടുകളുടെ ഒരു പ്രവാഹം ഉണ്ടായ കാലത്ത് ഭയങ്കര ടെൻഷനായിരുന്നു ആളുകൾക്ക്. ഒരു 2000 ആ കാലഘട്ടത്തിൽ ഈ മാപ്പിളപ്പാട്ട് നശിച്ചു പോയി, ഇതായത്. പക്ഷേ പ്രതിരോധം തീർത്തു. സ്വാഭാവികമായി നല്ല പാട്ടുകളിലേക്ക് ആളുകൾ തിരിച്ചു വന്നു. അതിനും ഈ റിയാലിറ്റി ഷോകൾ വലിയൊരു പ്രതിരോധം തീർത്തപ്പോൾ പങ്കുണ്ട്, തിരിച്ചു വന്നു. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഏത് പാട്ടൊന്നും ആളുകളെ കാണുമൊന്നുമില്ല ഈ അടുത്ത കാലത്ത്. പിന്നെ സോഷ്യൽ മീഡിയയുടെ പ്രധാനപ്പെട്ട പ്രശ്നം, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വിളിച്ച് പറയുന്നതാണ്, എന്തെങ്കിലും പറയുന്നതൊക്കെ അത് വേറെ, ഇതുമായിട്ട് നമ്മൾ കൂട്ടി ഇണക്കേണ്ട കാര്യമല്ല. 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു സൂപ്പർ ഹിറ്റായി വന്നൊരു പാട്ടാണ് ജമ്മിലൂനി എന്ന് പറഞ്ഞൊരു പാട്ട്. കേട്ടിട്ടുണ്ട്. ആ പാട്ട് വളരെ സീരിയസ് ആയൊരു പാട്ടല്ലേ. അപ്പോൾ കേൾക്കാൻ ആളുകളുണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ പാട്ടൊന്ന് പാടും. എന്നാലും ഒരു 2 വരി മതി. അത് സുലൈമാൻ മുതലകത്തിനെയും അവരൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അതൊന്നാമത് അതിൻ്റെ ഹമ്മിങ് ഒക്കെ ഉണ്ടല്ലോ, ഷമീർ വഴിയ മനോഹരമായ. എന്തിനാ വെറുതെ ആ പാട്ട് നമ്മൾ വേറൊരു കോലത്തിലാക്കി. എന്നാലും അതിൻ്റെ വരികളൊന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും. അതല്ല, അത് വൈകാരികമായ ഒരു രംഗമാണ്. ഖദീജ ബീബി റസൂലിന് ആ നൂവത്ത് കിട്ടുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് പിന്നെ പുതപ്പിട്ട് മൂടുക, നമ്മൾ പഠിച്ചൊരു ഭാഗമുണ്ട്. അത് അത്ര നല്ല രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവർ. എന്ന് പറയുന്ന ആ ഒരു വളരെ രസകരമായിട്ടാണ് പാടാൻ ഷമീർ ഷാ നന്നായിട്ട് പാടിയിട്ടത്. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ നല്ല പാട്ടുകൾ ചെയ്തു കൊടുത്താൽ അത് സ്വീകരിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ട് എന്നുള്ള തെളിവാണത്. കൃത്യമായിട്ട് ആളുകൾ അതിനെ ഫോളോ ചെയ്യും. ഇപ്പോൾ ഞാൻ ഒണ്ടോ സഖി ഒരു കുല മുന്തിരിയുടെ പാട്ട് ഇപ്പോൾ 1976 77 എങ്ങാനും ഇതൊന്ന് 70 ആ കാലത്താണ് ശൈലജയും അമ്മി ശർവാനി പാടിയ പാട്ട്. അപ്പോൾ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിൽ അമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹമുമില്ല പ്രിയേ. എത്ര മനോഹരമായിട്ടാണ് ഈ ഭാര്യയും ഭർത്താവ് എന്നുള്ള. ഇപ്പോൾ ഒരു നീതിമാനായ ഭരണാധികാരി സ്വന്തം പൈസ എടുക്കാൻ അതിൽ ഒരു വരിയുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മൾ പറയേണ്ടതാണ്. നമ്മൾ ഈ പാട്ടൊക്കെ ജനങ്ങളോട് പറയുന്നത് അമവിയ രാജകുമാരൻ സുഖലോലുബനാം ഇബ്നുൽ അസീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. അധികാരം കൈവന്നപ്പോൾ ദരിദ്രനായി മാറി എന്ന് പറയുകയാണ്. ഈ പാട്ട് വെച്ചാൽ മതി ഇപ്പോൾ ഇലക്ഷന്. ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും അയാൾ പണക്കാരനായി മാറുന്നൊരു കാലത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഭരണാധികാരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഈ പാട്ട് റീക്രിയേറ്റ് ചെയ്തു ഈ ഷമീർ ഷെർവാനി, അദ്ദേഹത്തിൻ്റെ മകനും നമ്മുടെ സിത്താര കൃഷ്ണകുമാറും
മില്യൺ കണക്കിന് ആളുകൾ ഇത് കാണുന്നത്. ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കല്യാണപ്പാട്ടില്ലേ റിയാലിറ്റി ഷോയിൽ വന്ന 14 റിയാലിറ്റി ഷോയിൽ ആരാലും മനസ്സിൽ എന്ന് പറഞ്ഞ പാട്ട്. ഈ പാട്ട് 80-80കളിൽ NP ഫൗസിയ റഷീദ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരി പാടിയ പാട്ടാണ്. TK കുട്ടിയാലിക്ക എഴുതിയ ഈ കണ്ണൂർ ചാലാടല്ലേ. ആ പാട്ട് അക്കാലത്തൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അത് പിന്നീട് ഈ കുട്ടി ഷഹജ എന്ന് പറഞ്ഞ കുട്ടി റിയാലിറ്റി ഷോയിൽ പാടിയപ്പം 50 മില്യൺ ആളുകളാണ്. നിങ്ങൾ 50 മില്യൺ ആളുകൾ പാട്ട് കേൾക്കാൻ പറഞ്ഞാൽ കോടിക്കണക്കിന് 5 കോടി ആൾ കേൾക്കുന്ന ചില ഒരു മാപ്പിളപ്പാട്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു വൈഡ്നെസ് ഭയങ്കരമാണ്, നമ്മൾ വിചാരിച്ചാൽ അപ്പുറമാണ്. എന്നിട്ട് ആ പാട്ട് മറ്റേ ഇതിൻ്റെ അഷ്റഫ് ഹംസ എന്ന് പറഞ്ഞ അതിൻ്റെ ഡയറക്ടർ ആ സിനിമ എന്നെ സമീപിച്ചിട്ടാണ് പറയുന്നത് ഈ പാട്ട് റൈറ്റ് കിട്ടണമെന്നാണ്. ഞാൻ പിന്നെ കണ്ണൂരിൽ അന്വേഷിച്ച ഒരാളെ പിടിച്ച് ഇയാളെ വീട്ടിൽ ചെന്നു. ഈ TK കുട്ടിയാലിക്കാടെ ഈ ഇറച്ചിക്കടയിൽ ഇറച്ചി പൊതിഞ്ഞു കൊടുക്കുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. ഒരു സാധാരണ മനുഷ്യൻ ഇല്ല, മരിച്ചുപോയി, 20 മരിച്ചുപോയി. ഇദ്ദേഹത്തെക്കുറിച്ച് ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് കഥാപാത്രം വീട്ടുമുറ്റത്ത് അദ്ദേഹത്തെ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഇദ്ദേഹത്തെക്കുറിച്ചാണ്. ഈ ഇറച്ചിക്കടയിൽ ഇവരെ പോയി കാണുന്നതും ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വളരെ പ്രസിദ്ധമാണ്. ഇപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ മാനത്തുതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാത്തീ, ഇതൊക്കെ ഇഷ്ടമുള്ള പാട്ടല്ലേ. എത്രയോ ഇങ്ങനെയുള്ള പാട്ട് എഴുതിയ ആളാണ്. ഇദ്ദേഹത്തിന് വലിയ വിദ്യാഭ്യാസം ആയിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ എഴുതിയ പാട്ടാണ് 50 മില്യൺ ആൾ കണ്ടു എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെ മരുമകനെ പോയിട്ട് മകളുടെ ഭർത്താവിനെ പോയി പ്രായമുള്ള ആളാണ് പോയി കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഇവർക്ക് ഈ പാട്ടിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. ജീവിതത്തിൽ അവർക്ക് എങ്ങനെ ഭർത്താവ് പാട്ട് എഴുതിയിട്ട് ഒരു പൈസ കിട്ടിയെന്ന് അറിയില്ല. 50 മില്യൺ ആളുകൾ ഒരു പാട്ട് കണ്ടാൽ എത്ര ഉറുപ്പ് കിട്ടുമെന്നാണ് ഈ ചാനൽ ആൾക്കാർക്ക് അറിയാം, വേറെ ആർക്കും ഓർമ്മയില്ലെങ്കിലും. 50 മില്യൺ ആൾ കണ്ടാൽ എത്ര ലക്ഷം രൂപ കിട്ടുമെന്നുള്ളത് അറിയാമല്ലോ. എങ്ങനെ ഇവർ വന്നിട്ട് ഞാൻ ഇയാളോട് വെച്ചു, അഷ്റഫ് ഹംസയുടെ ബന്ധപ്പെട്ട അവിടെ വെച്ചു, ഇനി ഈ പാട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? പക്ഷെ അവരിത് കോറിയോഗ്രാഫിയൊക്കെ ചെയ്ത് അനാർക്കലി മരക്കാർ അവർ സുലൈഖ മനസ്സിൽ ചെയ്തിട്ട് അത് 65 മില്യൺ ആൾ ഇപ്പോൾ രണ്ടുകൊണ്ടും കണ്ടു. അപ്പം മാപ്പിളപ്പാട്ടിൻ്റെ താളവും ഇപ്പം ഏത് രംഗത്ത് ഏതൊരു വേദിയിൽ പോയാലും ഈ പാട്ടുണ്ട്. ആ മാപ്പിളപ്പാട്ടിൻ്റെ താളവും ഇതിൻ്റെ ഈണമൊക്കെ ആളുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുള്ള തെളിവല്ലേ. ഒരു പാട്ടാണ് വീണ്ടും കാണുന്നത്, വേറൊരു പാട്ടല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ ആ ഒരു പുതിയ പരീക്ഷണങ്ങളൊക്കെ ഇതിലാവാം. ഇപ്പോൾ ബാബുക്ക ഇതിൽ പരീക്ഷണം നടത്തിയ ആളാണ് MS ബാബുരാജ്. ഇങ്ങനെ ഒരു പഴയ രീതിയിൽ പാടി വരുന്ന പാട്ടിന് ഒരു പല്ലവിയും അനുപല്ലവിയും അതിൻ്റെ ഒരു സ്റ്റൈലോ കൊണ്ടുവന്നതിൽ വലിയ പങ്ക് ഒരു മ്യൂസിക് സംഗീത സംവിധാനം ഒന്നും പഴയ പാട്ടുകൾക്ക് ഇല്ലല്ലോ. പഴയതിങ്ങനെ പാടുകയല്ലേ. ആ തരത്തിൽ കൂടുതൽ ബാബുക്കാക്ക് പങ്കുണ്ട്, ചാന്ത് ഭാഷ, നമ്മുടെ കുഞ്ഞു മൂസക്ക, അങ്ങനെ ഒരുപാടാക്ക് പങ്കുണ്ട്. അത് അവർ ഇതിൻ്റെ ഒരു കൾട്ടിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് ചെയ്തത്. പുതിയ സംഗീത സംവിധായകന്മാർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ ആ ഒരു തലത്തിലേക്ക് അധികം എത്തുന്നില്ല. അതെ, ഇത് ചെയ്തു കൊടുത്താൽ സ്വീകരിക്കാൻ ആളുണ്ട്, പക്ഷേ പലപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനോട് നീതി പുലർത്തിക്കൊണ്ട് ചെയ്ത ഒരു വർക്കാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടും. അല്ലാത്തത് എന്ത് ചെയ്യും? 1-2 വർഷത്തിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക പരാമർശിക്കപ്പെട്ട തെറ്റിദ്ധരിക്കപ്പെട്ട അങ്ങനെ പാട്ടുകൾ പറയുന്നില്ലേ, കുറേ ഈ ആൽബം സോങ്സൊക്കെ പറയില്ലേ, അതൊക്കെ ഇപ്പോൾ ആരോ കേൾക്കുന്നുണ്ടോ? അതിനകത്ത് പഴയ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്നില്ലേ? അപ്പോൾ നിലനിൽക്കും, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വീണ്ടും വീണ്ടും അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രചനയും സംഗീതവും ഒക്കെ ഒത്തിണങ്ങിയ നല്ല പാട്ട് ഇത് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട്. അതുകൊണ്ടാണല്ലോ പഴയ പാട്ടുകൾ ഇങ്ങനെ വീണ്ടും സിനിമയിലൊക്കെ വരുന്നത്. നമ്മുടെ ഇപ്പോൾ വൈദ്യർ അക്കാദമി ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഫൈസൽക്ക. അപ്പോൾ അത് ഇപ്പോൾ വരുന്ന പാട്ടുകാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബദർ, കുറേ പേരുണ്ടല്ലോ, ഹംസ, പിന്നെ അതുപോലെ ബാപ്പു വെള്ളിപ്പറമ്പ്, ഫൈസൽ കന്മനം പോലുള്ള കുറേ എഴുത്തുകാർ മാപ്പിളപ്പാട്ടുകളിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ എത്തരത്തിലുള്ള എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്ന ഒരു അല്ല? അതെ അതെ, ഇപ്പൊ ഒരു യുവതലമുറയിൽപ്പെട്ട പാട്ടുകാരനെയാണ് OM കരുവാരെ കൊണ്ടും അടക്കമുള്ള പാട്ടുകാർ. ഇവർക്കുള്ള പ്രോത്സാഹനം എങ്ങനെയാണ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം? ഇവർ ഈ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ പാട്ടിന്. അത് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ സന്ദർഭങ്ങളിൽ ഒരു അക്കാദമിക്ക് ഇതിൽ ചെയ്യാനുള്ള പരിമിതികളുണ്ട്. ഒരു അക്കാദമി, വൈദ്യർ അക്കാദമിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വലിയൊരു ബ്ലോഗർ, പേരോ ഞാൻ പറയുന്നില്ല, അദ്ദേഹം ഈ അക്കാദമി കൊണ്ട് എന്തോ ഉപയോഗം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഒരു അക്കാദമിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ അതിനൊരു സിസ്റ്റമാറ്റിക് സംവിധാനത്തിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു അക്കാദമിക്ക് പോകാൻ പറ്റില്ല. മനുഷ്യന്മാർക്ക് പല വിചാരവും ഉണ്ടാവും, പല പ്ലാനും ഉണ്ടാവും. അതുപോലെ അല്ലല്ലോ ഒരു അക്കാദമി ചെയ്യാൻ പറ്റുക.
അവിടെ നമ്മൾ കൃത്യമായിട്ട് ആഴ്ചയിൽ 2 ദിവസത്തെ പരിശീലന ക്ലാസ് ഉണ്ട്. ദഫ്, മാപ്പിളപ്പാട്ട്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്, പിന്നെ വർഷകാല ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. ഇതുവരെയുള്ള സെമിനാറുകൾ ഒരുപാട് കോളേജുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട് സെമിനാറുകളും അതൊക്കെയാണ് ഒരു അക്കാഡമി ചെയ്യുന്നുണ്ട്. പിന്നെ അവസരങ്ങളൊക്കെ നൽകുന്നുണ്ട്, കവിയരങ്ങൾ നടക്കാറുണ്ട്, മഹോത്സവം നടക്കാറുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ സംവിധാനത്തിൽ അതിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു രീതിക്കനുസരിച്ച്, അതായത് ഓരോരുത്തരുടെയും ചിന്തക്കനുസരിച്ചല്ല കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പുറമെന്ന് വിമർശിക്കുന്ന പോലെ അല്ലല്ലോ നമ്മളകത്ത് ചെല്ലുമ്പോൾ. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയുള്ള മാപ്പിളപ്പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്, പല ഘട്ടങ്ങൾ. അതായത് മാലപ്പാട്ട്, കപ്പപ്പാട്ട്, ഒരുപാട് കിസ്സപ്പാട്ട്, ബദർ പാട്ടുകൾ, ഇങ്ങനെയുള്ള പാട്ടുകൾ. ഇതിൽ നിന്ന് ഈ കപ്പപ്പാട്ടിൽ നിന്ന് ഒരു പാട്ട് പാടാൻ പറ്റും? ഈ കപ്പപ്പാട്ട് എന്ന് പറയുമ്പോൾ ആളുകളോട് പറയണമെങ്കിൽ കപ്പ എന്നുള്ള വാക്കൊക്കെ വലിയ പ്രശ്നമാണ്. അതിനെക്കുറിച്ചുള്ള പാട്ടൊന്നും അല്ലത്. അത് മനുഷ്യൻ്റെ ജീവിതത്തെ കപ്പലിനോട് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ കുഞ്ഞായൻ മുസ്ലിയാർ എഴുതിയ ഒരു പാട്ടാണത്. മനുഷ്യൻ്റെ ജീവിതത്തെ കപ്പൽ എന്ന വാഹനം മറ്റു വാഹനങ്ങളെ പോലെ അല്ല, ട്രെയിൻ പോലെ ഫ്ലൈറ്റ് പോലെ ഒന്നുമല്ല. ഈ കരം അങ്ങ് വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം നമ്മൾ പുറപ്പെട്ട കര കാണും, കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണൂല. കൃത്യസമയത്ത് എത്തിക്കൊള്ളണമെന്നില്ല. കാരണം കാറ്റ്, മഴ, കാലാവസ്ഥ ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കും. ദ്വീപിലേക്ക് നമ്മൾ പിന്നെ ഇവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അങ്ങനെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ വന്ന് പിന്നെ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കാലാവസ്ഥയുടെ ചില വിഷയം കൊണ്ടൊക്കെ വിഷയം വന്നു. അത് ഫ്ലൈറ്റൊക്കെ നമുക്ക് വൈകുക എന്നല്ലാതെ എത്തുന്നതിൻ്റെ ഒരു ഡ്യൂറേഷൻ കണക്കായിരിക്കും. ഇത് വലിയ പ്രശ്നമാണ്. അതിൻ്റെ ഇടയിൽ കപ്പൽ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ശാന്തമായ കടലും പ്രക്ഷുബ്ധമായ കടലും അഭിമുഖീകരിക്കേണ്ടി വരും. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണല്ലോ. നമ്മൾ ഈ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു, ഇതിൽ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടല്ലോ, എപ്പം തീരുമെന്ന് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഒരു ഫിലോസഫിക്കലായിട്ട് അദ്ദേഹം എഴുതിയ കപ്പപ്പാട്ട്. അപ്പോൾ അത് ഒരു ഉപദേശങ്ങളാണ്. കണ്ടിട്ടറിവാനോ കണ്ണില്ല പൊട്ട, കാരുണർച്ചൊന്ന ചൊൽ കേട്ടില്ല പൊട്ട, പാലം മുറിഞ്ഞാൽ കടക്കാമോ പൊട്ട, ഇങ്ങനെയുള്ള കുറേ ഉപദേശങ്ങളാണിത്. കപ്പപ്പാട്ടിൻ്റെ അത് ഒരുപാട് വരികളുണ്ട്. ഇതൊക്കെ സിമ്പിളായ കാര്യങ്ങളാണ്. അതൊക്കെ അത്രയൊക്കെ ആളുകൾ അതിനെപ്പറ്റി പറയാറുള്ളൂ. ഇപ്പോഴത്തെ കാലത്തുള്ള അന്നത്തെ ഒരു അതെ. പിന്നെ ഈ അറബി, ഉറുദു, തമിഴ് അത് കപ്പപ്പാട്ടിൽ അധികം വന്നിട്ടില്ല. അത് ഈ വൈദ്യരുടെ കാലഘട്ടത്തിലാണ് സജീവമായത്. അത് അദ്ദേഹം ഈ തമിഴ് കൃതികളെ അവലംബിച്ചുകൊണ്ടാണ് ഇതൊക്കെ കുറേ എഴുതിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പം സക്കുവും പടപ്പാട്ട് പോലെയുള്ള പാട്ടുകളിലൊക്കെ ഇതേപോലെ സ്വാധീനമുണ്ട്. മോയിൻകുട്ടി വൈദ്യർക്ക് എല്ലാ ഭാഷയിലും അറിവുണ്ടായിരുന്നു. സംസ്കൃതം മാത്രമുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ട്. സംസ്കൃത പദം മാത്രമല്ല. അതെ, അതിൽ അങ്ങനെ ഒരു പാട്ട് ജഗതര ഗന്നന പുരബീജ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിന് വരിക്കാറില്ല. അതിൽ സംസ്കൃതം മാത്രമേ ഉള്ളൂ. അത് മലപ്പുറം പടപ്പാട്ടിലാണ്. ശരി. അതുപോലെ പിന്നെ ഈ പേർഷ്യൻ ഭാഷയൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഈ ഇംഗ്ലീഷ് ഉണ്ട് പാട്ടിൽ ഇഷ്ടംപോലെ. ഈ നമ്മളെ എന്താ പറയുക, അക്കൗണ്ട് അങ്ങനെയൊക്കെ വരുന്ന ചില പ്രയോഗങ്ങളുണ്ട്. ക്യാമ്പ് ഉള്ള പ്രയോഗങ്ങളൊക്കെ ഇഷ്ടംപോലെ അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്. നിയമം പാലിക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെ പ്രയോഗിക്കുമ്പോൾ. പിന്നെ വൈദ്യരതിന് ചിട്ടവട്ടം ഉണ്ടാക്കിയ ആളെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ കവികളുണ്ട്. വൈദ്യരാണ് അതിലെ ഒരു എന്താ പറയുക മോഡലായിട്ട് നമ്മൾ കാണുന്ന ആൾ. ശരിക്കും ഈ മൊഹീദ്ദീൻ മാലയിൽ നിന്നാണ് ഈ പാട്ടുകളുടെ ഒരു മൊഹീദ്ദീൻ മാലയാണ് ആ രേഖകൾ പ്രകാരമുള്ള ആദ്യത്തെ മാപ്പിളപ്പാട്ട്. അതൊരു സ്തുതി കീർത്തനാണല്ലോ. അത് 1607 അത് മൊഹീദ്ദീൻ മാലയിൽ പറയുന്നുണ്ട്. കൊല്ലം 782 ഞാൻ കോർത്തേ ഈ മാലേനെ 155 കൊല്ലവർഷം 782 കൊണ്ടാണ് നമ്മൾ 1607 കാണുന്നത്. അപ്പോൾ ഫൈസൽ കാക്ക് ഇഷ്ടപ്പെട്ട ഒരു 2 പാട്ട്. തക്ബീർ നാദം ഉലകിലുയർന്നു, കീർത്തനനാദം മലകളുയർന്നു, നൂറ്റാണ്ടുകളുടെ ഗോപുര മണ്ഡല സ്മരണയുയർന്നു, മനമിലെ ത്യാഗത്തിൻ ചുടു ജീവിത ചിത്രം മിന്നിമറഞ്ഞു. തക്ബീർ നാദം ഉലകിലുയർന്നു, കീർത്തനനാദം മലകളുയർന്നു, നൂറ്റാണ്ടുകളുടെ ഗോപുര മണ്ഡല സ്മരണയുയർന്നു, മനമിൽ ത്യാഗത്തിൻ ചുടു ജീവിത ചിത്രം മിന്നിമറഞ്ഞു. പി ടി അബ്ദുറഹിമാൻ്റെ പ്രസിദ്ധമായ ഒരു വരിയുണ്ടല്ലോ. അപ്പോൾ
പടപ്പോട് പിരിശത്തിൽ നിന്നോളി, പടച്ചോൻ്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി. അന്യോന്യം പോരാടി നിൽക്കേണ്ട, പൊന്നാലെ ക്ഷേത്രങ്ങൾ പള്ളികൾ തീർക്കേണ്ട. ഏറെ പ്രശസ്തനായ ഫൈസൽ ഇളയറ്റിൽ സാറിൻ്റെ ഒരുപാട് ഓർമ്മകൾ, മാപ്പിളപ്പാട്ടിൻ്റെ വഴികൾ, അതിലെത്തിപ്പെട്ട അധ്യാപകനും കൂടിയായ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമ്മളോട് പങ്കുവെച്ചു. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു. വളരെ സന്തോഷം. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയും മറ്റു വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ബൈ.